Good morning, everyone. Thank you for joining. ഇന്ന് നമ്മളൊരു സീക്രട്ട് എന്നുള്ള ബുക്കിനെ കുറിച്ചാണ് റോണ്ട ബേൺ എഴുതിയ ഒരു ലോക പ്രശസ്ത ഒരുപാട് പേരുടെ ലൈഫ് മാറ്റിമറിച്ച ഒരു ബുക്കാണ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, പലരും വായിച്ചിട്ടുണ്ടാവും. എന്നാലും ഒരു സെഷനിൽ നമ്മളത് ഡിസ്കസ് ചെയ്യുക, അതിന്റെ സൈസ് ഒക്കെ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് പറയുമ്പോൾ എന്നെ പോലെ തന്നെ നിങ്ങൾക്കും കുറച്ചും കൂടെ കാര്യങ്ങൾ ഡീപ്പായിട്ട് മനസ്സിലാവും. അപ്പം ക്യാമറയിൽ വരാൻ പറ്റുന്നവരൊക്കെ വരിക. പിന്നെ ഒരു കാര്യം, ഞാൻ എൻ്റെ ഫസ്റ്റ് സെഷൻ എന്ന് പറഞ്ഞത് മാനിഫെസ്റ്റേഷനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ആ ഒരു സെഷനിലുള്ളവരൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് സെഷൻ നമ്മൾ മാനിഫെസ്റ്റേഷൻ ആയിരുന്നു. അപ്പൊ ആ ഒരു ആ ബുക്ക്, ഈ ബുക്കിനെ എന്ന് റെഫർ ചെയ്താണ് അതെടുത്തിരുന്നത്. മാനിഫെസ്റ്റേഷനെ കുറിച്ച് A to Z കാര്യങ്ങളാണ് ഞാൻ അതിൽ പറഞ്ഞിരുന്നത്. അപ്പൊ അത് കേട്ടവർക്ക് ഇതൊരു റിപ്പീറ്റേഷൻ ആയിട്ട് തോന്നും. എനിക്ക് തോന്നുന്നു ഇക്ബാൽ എന്ന് പറഞ്ഞ ആളാണ് തോന്നുന്നു ഈ ഒരു സീക്രട്ട് എന്നുള്ള ബുക്കിനെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അതുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്തത്. പക്ഷെ ഇതിൽ പറഞ്ഞ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റേഷനെ കുറിച്ചും ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചൊക്കെയാണ്. അപ്പം കുറച്ച് രതി ഉണ്ട് അല്ല, വേറെ ആരാ പറ്റുകയാണെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സെഷൻ യൂസ്ഫുൾ ആയിരിക്കും, ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് സെഷനിലോട്ട് പോവാം. സ്ലൈഡ് ഷെയർ ചെയ്ത് തന്നെ പറഞ്ഞു. അപ്പൊ കുറച്ചും കൂടെ ഒരു, ഞാൻ ആ മാനിഫെസ്റ്റേഷൻ എടുത്തപ്പോൾ സ്ലൈഡ്സ് ഒന്നും ഇല്ലാണ്ടാണ് പോയത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, എല്ലാവരും സെറ്റ് അല്ലേ? റെഡി അല്ലേ? വല്ല കമന്റ്സ് ഒന്നും കാര്യമായിട്ട് വന്നില്ലല്ലോ. കുറെ പേരന്ന് ഉണ്ടായിരുന്നു സെഷനിൽ, എനിക്ക് ഓർമ്മയുണ്ട്. പുതിയ ആൾക്കാരാണോ ഇപ്പൊ ഉള്ളത്? ഉം എന്താണ് ഒന്നും പറയട്ടെ. ഇത് കാണുന്നുണ്ടല്ലോ അല്ലെ? കാണില്ലേ? സ്ലൈഡ് കാണില്ലേ? ചിന്തകളിലൂടെ ജീവിതം. ഓക്കെ യെസ് മാഡം. ഓക്കെ. അപ്പൊ സീക്രട്ട് സീക്രട്ട് എന്നുള്ള ബുക്കിനെ കുറിച്ച് എല്ലാരും കേട്ടിട്ടുണ്ടല്ലോ. യെസ്. ഉം യെസ്. റോണ്ടാബേണിന്റെ ഒരു ഒരുപാട് ആളുകൾ വായിക്കുകയും അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ച് വരുത്തുകയൊക്കെ ചെയ്ത ഒരു ബുക്കാണ്. ഇതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അന്ന് വരെ ആർക്കും അറിയാതിരുന്ന, അവർ ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്. അപ്പം അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പുതിയതാവുമെന്ന് എനിക്ക് തോന്നണില്ല. എല്ലാവർക്കും ഈ ഒരു ഇതില് മാനിഫെസ്റ്റേഷനും ലോ ഓഫ് അട്രാക്ഷനും അതുപോലെ മാജിക്കിന്റെ കുറെ സെഷൻസ് ഒക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതൊക്കെ അറ്റൻഡ് ചെയ്തവർക്ക് ഇതൊന്നും കൂടെ ഒന്നൊരു റീകോൾ, ഒരു മെമ്മറി ആണ്. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ട് അറിയാം, അത്രേ ഉള്ളൂ. ഓക്കെ. അതായത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മുടെ ലൈഫിലോട്ട് വരുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ എന്താണോ നമ്മുടെ ലൈഫിൽ ചിന്തിക്കുന്നത് അത് നിങ്ങൾക്ക് കറക്റ്റ് ആണെന്ന് തോന്നിയിട്ടില്ലേ? നമ്മൾ വെറുതെ ചിന്തിച്ചു കൂട്ടിയിട്ടാണ്. ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കാം, ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കാം. അപ്പോൾ അതെന്താണെങ്കിലും ഇപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് എന്താ ഒരു കാര്യം എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം. ഇപ്പൊ ഞാൻ ചിന്തിച്ചിരുന്നു, നിങ്ങൾക്ക് ഇങ്ങനെ ഡെയിലി സെഷൻസ് എടുക്കുമ്പോൾ നമുക്ക് ടോപ്പിക്കുകൾ വേണമല്ലോ. എന്ത് ടോപ്പിക് എടുക്കും എന്നിങ്ങനെ ചിന്തിക്കും. കുറച്ചൊക്കെ നമ്മുടെ ഓക്കെ മുമ്പൊക്കെ എടുത്തിരുന്ന സെഷൻസിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊരു പത്തിന്റെ അപ്പുറം എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമ്മളിങ്ങനെ ചിന്തിക്കുക. അതിന് ഞാനൊരു തലേന്ന് നിങ്ങളോട് ഒരു സെഷനിൽ ചോദിച്ചു, എന്താണ് ഈ ചിന്തയുടെ പുറത്താണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് വല്ല സജഷൻസ് ഉണ്ടോ? കുറെ പേര് 10-40 പേരുണ്ടല്ലോ. അപ്പൊ അവരെ സജഷൻസ് എന്താന്ന് പറയുമ്പോ ബുക്കിന്റെ സജഷൻസ് വന്നു. അപ്പൊ ഓക്കെ, എന്നാ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചു. അത് ഇപ്പൊ ഇന്ന് സെഷൻ പറഞ്ഞപ്പോ പെട്ടെന്ന് ആ ബുക്കിനെ കുറിച്ച് റെഫർ ചെയ്ത് അതിന്റെ കാര്യങ്ങൾ ചെയ്ത് അത് നിങ്ങൾക്ക് ഇന്ന് സെഷനായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തി ഇല്ലേ? ഇത് ഞാൻ ചിന്തിച്ചതിന്റെ ഫലമല്ലേ? ആണോ അല്ലേ? യെസ് മാഡം. അതെ, അത്ര തന്നെ ഇതിൽ പറയണുള്ളൂ. ഇതിപ്പോ ഒരു പോസിറ്റീവ് തിങ്കിങ് ആണ്. ഇതേ സംഭവം തന്നെ നിങ്ങളുടെ ലൈഫിൽ പലതും നിങ്ങൾ നെഗറ്റീവ് ചിന്തിച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ അത് അട്രാക്ട് ചെയ്ത് വരുത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇന്നിപ്പോ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ നല്ലൊരു ദിവസമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ആ വ്യൂ പോയിന്റിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ മോശം അതിന്റെ ഇടയിൽ സംഭവിച്ചാൽ പോലും നിങ്ങൾ നല്ലൊരു ദിവസമാണ് എന്നുള്ളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലാണ് ഇരിക്കണമെങ്കിൽ അത് അത്ര അങ്ങോട്ട് ഡെപ്തിൽ നിങ്ങളുടെ ഉള്ളിലോട്ട് പോവില്ല. ആ സമയം ഒരു മോശം, ഇപ്പൊ ഞാൻ പറയാൻ മുമ്പൊക്കെ ഞങ്ങളെയൊക്കെ കുഞ്ഞിലൊക്കെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. നമ്മൾ യാത്രയൊക്കെ പുറത്ത് പോകുമ്പോൾ കറുത്ത
കറുത്ത പൂച്ച അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മുമ്പിൽ ചാടിയാൽ അന്ന് ദുശകുനാണ്, അന്നത്തെ കാര്യം മുടങ്ങും. അതേപോലെ മൂന്നാള് പോയാൽ മൂഞ്ചിപ്പോരും. അങ്ങനെയൊക്കെയുള്ള ഡയലോഗുകൾ ഞങ്ങൾ ഒരു പഠിക്കുന്ന ടൈമിൽ കേട്ടോ, 10 വരെ പഠിക്കുന്ന സമയത്ത് കുറെ ഉണ്ട് അങ്ങനെ. അതായത് ഒറ്റ മൈനിനെ കണ്ട അടി കിട്ടും, രണ്ട് മൈനിനെ കണ്ട സന്തോഷമാണ്, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇതേപോലെ സംഭവിക്കുകയും ചെയ്യും. നമ്മൾ കാണും, ചിലപ്പോൾ യാത്ര സ്കൂളിൽ പോവായിരിക്കും, ചിലപ്പോൾ കറുത്ത പോലെ ഒറ്റ മൈനേനെ കാണും, അന്ന് അടിയൊക്കെ കിട്ടും, അന്ന് നല്ല അടി കിട്ടുന്ന കാലാണ് അല്ലെ. എന്നിട്ട് പറയും നമ്മൾ ഒറ്റമൈനനെ കണ്ടില്ലേ, അതുകൊണ്ട് തന്നെയാണ് പറയും. അതായത് പഠിക്കാനിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യാനിട്ടായിരിക്കാം, ഒറ്റമൈന അവിടെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇതെന്താണ്, അതുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. ഇതേ വിശ്വാസങ്ങൾ പല ഇപ്പോഴും മൈനേനെ കാണുമ്പോൾ ഒരു എന്താണ്, ആ പണ്ട് നമ്മുടെ ഓൺലി എന്താ സബ് കോൺഷ്യസ് മൈൻഡിൽ സേവ്ഡ് ആണല്ലോ അതൊക്കെ. അപ്പൊ അത് ഓർമ്മ വരും, വേറെ ഒരു മൈന അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. അപ്പം അതേപോലെ തന്നെ വേറൊരു കാര്യമാണ്, ഒരു പക്ഷിയുണ്ട് ഞങ്ങളവിടെ കാലംകോഴി എന്ന് പറയും, ഉപ്പെന്നാ തോന്നുന്നു ഇവിടെ എറണാകുളത്തൊക്കെ പറയാം. അതിന്റെ ഭയങ്കര സൗണ്ടാണ്, എന്റെ കൂവലിന് ഒരു ഇറിറ്റേറ്റഡ് സൗണ്ടാണ്. അത് കേട്ട് കഴിഞ്ഞാൽ അവിടെ ഇവിടെ എല്ലാരും, അവിടെ പാലക്കാടുള്ള എന്റെ ഉമ്മയെന്നല്ല, നൈബേഴ്സ് ഒക്കെ പറയാം കാലംകോഴി കൂവുണ്ട്, ഇന്ന് ആരെങ്കിലും മരിക്കും. അത് മൈൻഡിൽ ഉണ്ടെങ്കിൽ നമ്മൾ ആ വൈകുന്നേരം ചിലപ്പോൾ ഏതെങ്കിലും ഒരു ന്യൂസ്, നമ്മൾ വേണ്ടപ്പെട്ടവരോ നമ്മുടെ ഏതെങ്കിലും ബന്ധത്തിലുള്ളവരോ മരിച്ച ന്യൂസ് ചിലപ്പോൾ കേൾക്കും. പക്ഷെ ഇപ്പൊ അതൊന്നും ശ്രദ്ധിക്കാറില്ല. ഇവിടെ വന്നവർ ഇവരും പറയും, അതെങ്ങനെ ഇങ്ങനെ എല്ലാവരും ഒരുപോലെ അന്ധവിശ്വാസം ഉണ്ടായി പോണെന്ന് എനിക്കറിയില്ല. അത് ഇപ്പൊ ഞാൻ പഠിച്ച ആ പക്ഷി അതിന്റെ ഇണേനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒച്ചയിടുന്നത്, അല്ലാതെ ആൾക്കാർ മരിക്കാൻ വേണ്ടിയിട്ടൊന്നും. ഇതന്ന് അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്ന. എന്താ പറയാ, ഇത് മരണത്തിന് പിടിക്കാൻ പിന്നെ കാലം കാണുന്നുണ്ടാവുമായിരിക്കും, കാലനെ ഇത് കാണുന്നുണ്ടാവും, കാണുന്നോണ്ടാണ് ഇത് കൂടണേന്നൊക്കെയാണ് അന്ന് അങ്ങനെയൊക്കെ ഇങ്ങനെ വിശ്വസിച്ച് പോകലും. അതാണ് നമ്മൾ അങ്ങോട്ട് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയണേ, നമ്മള് നല്ലത് ചിന്തിക്കണം. മോശം വന്നാലും പെട്ടെന്ന് അത് മാറ്റിയിട്ട് നല്ലത് ചിന്തിക്കുക. ഇന്നിപ്പോ നിങ്ങക്ക് ഇങ്ങനെ പറയാം, ഇന്ന് നല്ലൊരു ദിവസമാണ്, ഇന്ന് ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഓഫീസ് വർക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പർ ശരിയാക്കാനോ അക്ഷയയിലോ എവിടെയെങ്കിലുമൊക്കെ പോകണ്ടെങ്കിൽ അതൊക്കെ റെഡിയാക്കും, അതൊക്കെ ഇന്ന് സെറ്റ് ആവും എന്ന് പറഞ്ഞിട്ടാണ് പോകണമെങ്കിൽ ഒക്കെ സെറ്റ് ആവും. ആ സമയം ഇങ്ങനെ നമ്മൾ അപ്പുറത്ത് ഇപ്പൊ ഈ അക്ഷയയിലൊക്കെ പല പരിപാടിക്കും ഇപ്പൊ പോയിരുന്നല്ലേ നമ്മള്, അറിയാലോ, സർ രേഖ പൂരിപ്പിക്കാനും അതും ഇതൊക്കെ ഒരുപാടുണ്ടായിരുന്നു. തിരക്ക്, ആധാരം, എന്റെ മക്കൾക്ക് ആധാരം എടുക്കാനൊക്കെ പോയി, എന്തൊരു തിരക്കായിരിക്കും എന്നറിയാം. അവിടെ കാണുമ്പോ തന്നെ ഓ എന്തൊരു തിരക്കാ, എന്ത് കാര്യം നടക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. എന്റെ ഇതുപോലെ മോന്റെ ആധാർ കാർഡ് ആയിരുന്നു, അത് ഹസ്ബൻഡിന്റെ നമ്പറിലാണ് OTP വരിക. ഹസ്ബൻഡാണ് ഈ ദുബായില്, ആളെ വിളിച്ചിട്ട് കിട്ടണില്ല. ഇങ്ങനെ നമ്മളിങ്ങനെ അങ്ങനെ പറഞ്ഞു പോയോ അതിനനുസരിച്ച് ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ വരും. ആ സമയം ഇത് എന്തായാലും എന്റെ ശരിയാവും എന്നൊരു മൈൻഡ് സെറ്റിലാണെങ്കിൽ ഇതൊക്കെ ശരിയായി അവസാനം നമുക്ക് നമ്മൾ വിചാരിച്ച കാര്യം സക്സസ് ആയിട്ട് നേടാനും പറ്റും. അപ്പൊ എന്തൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക. അവിടെ നിന്നും നെഗറ്റീവ് കൊടുത്തിട്ട് നമുക്കാണ് അതിന്റെ ബുദ്ധിമുട്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ മോശം പറഞ്ഞു പോയ, ഞാൻ പറഞ്ഞില്ലേ, ഇറങ്ങിയപ്പോ തന്നെ പറഞ്ഞില്ലേ, അങ്ങനെ പറയും, നമ്മളൊപ്പമുള്ളവർ തന്നെ പറയും ഇന്നൊന്നും നടക്കൂല എന്ന് പറഞ്ഞില്ലേ. അതുപോലെ മൂന്നാള് പോയ, അതൊരു ഇതാണല്ലോ, മൂന്നാള് പോയ മൂഞ്ചിപ്പുര, അതൊന്നും യാഥാർത്ഥ്യമൊന്നുമില്ല, നമ്മൾ മൈൻഡ് അങ്ങോട്ട് വിശ്വസിച്ച് പോയതാണ്. അപ്പൊ മൂന്നാള് എവിടെയോ, ഞങ്ങളാണ് കല്യാണത്തിന് എന്തിനോ പോകുന്നപ്പോ ഞങ്ങൾക്ക് പിന്നെ വിചാരിച്ച ട്രെയിൻ കിട്ടിയില്ല. അങ്ങനെ കുറച്ച് ഞങ്ങളിങ്ങനെ, നിങ്ങൾ മൂന്നാളല്ലേ പോയത്, പിന്നെ എങ്ങനെ കാര്യങ്ങൾ ശരിയാവാന്ന് പറയും. അപ്പൊ ഇതേപോലെ നമ്മൾ എന്തോ വിശ്വസിച്ച് അതേപോലെ അത്, ഇതിന്റെ എല്ലാ പ്രോബ്ലം നമ്മുടെ ചിന്തയുടെ പ്രോബ്ലം ആണെന്ന് മനസ്സിലാക്കുക. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ചിലരൊരു പ്രശ്നം വന്നാലും അവിടെ അതിനെ പോസിറ്റീവായി കണ്ട് അതിനെ ഓവർകം ചെയ്യും. ചിലർ അതില് ഇതൊന്നും നടക്കൂല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് സ്കിപ്പ് ചെയ്തു പോകും. രണ്ട് ടൈപ്പിൽ ചിന്തിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ. അത് പിന്നെ ബോധമനസ്സ് ഉപബോധ മനസ്സൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ. അതായത് നമ്മള് സെഷനിൽ കുറെ ആയിട്ട് കേൾക്കുന്നതാണ്, സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് അതൊരു പിന്നെ വളക്കൂറുള്ള മണ്ണാണ്, അതിലെന്താണ്, അതിലെല്ലാം ഉണ്ട്. നമ്മളെ മുമ്പ് ഇപ്പൊ ഞാനീ പറഞ്ഞതൊക്കെ എന്റെ കുട്ടിക്കാലത്ത് കിട്ടിയതാണ് എനിക്ക്. അതിപ്പോഴും എന്റെ സ്റ്റോർഡ് ആണ് ബിലീവ്. പക്ഷെ അതിപ്പോ സ്ട്രോങ് അല്ല, അതിങ്ങനെ അതിന്റെ സ്ട്രോങ്നെസ് കുറഞ്ഞ് കുറഞ്ഞ് അതിനെ ഞാൻ റീഫ്രെയിം ചെയ്തെടുത്തിട്ടുണ്ട്. അറിയാം. അപ്പൊ ഇത് സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ അന്ധവിശ്വാസമുള്ള ഒരുപാട് ടീംസിന് നിങ്ങൾക്ക് അറിയായിരിക്കും. നിങ്ങൾ അതിൽ പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പൊ അതായത് നമ്മൾ എന്ത് വിത്താണോ വിതയ്ക്കുന്നത് ആ വിത്താണ് അവിടെ മുളക്കുക. നല്ല വിത്താണ് വിതയ്ക്കുന്നതെങ്കിൽ നല്ല ഇത് കിട്ടും, വിളവ് കിട്ടും. അതല്ല, മോശം വിത്താണ്, വിത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചിന്തകളെയാണ് കേട്ടോ, നമ്മുടെ തീരുമാനങ്ങൾ, ചിന്തിക്കുന്നത്. അങ്ങനെ അതിനിങ്ങനെ അനലൈസ് ചെയ്യാൻ. ഇനിയിപ്പോ നമ്മുടെ ലൈഫിൽ ഒരു ഇഷ്യൂസ് ഉണ്ടായി,
ഈ ഇഷ്യൂവിനെ എങ്ങനെ അനലൈസ് ചെയ്ത് നമ്മൾ ഒറ്റയ്ക്കാവുമ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. നമ്മൾ വേറൊരാളോട് ഫോണില് നേരിട്ട് കണ്ടിട്ട് എന്തെങ്കിലും ഒരു ബാഡ് സിറ്റുവേഷനാ അതിൽ നിന്ന് ഓവർകം ചെയ്യാതെ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ എന്താണ് നമ്മുടെ ലൈഫിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ്. അപ്പൊ നിങ്ങൾ പോസിറ്റീവ് തോട്ട്സ് ആണ് വരണമെങ്കിൽ അത് പോസിറ്റീവ് റിസൾട്ട് ആയിരിക്കും. നെഗറ്റീവ് തോട്ട്സ് ആണെങ്കിൽ അത് നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും. അപ്പൊ ഈ പറഞ്ഞ ഇതുപോലെ കുറേ ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾക്ക് ആലോചിച്ചാൽ ഇതല്ലാതെ പലതും ഇങ്ങനെ തലമുറകളായി കൈമാറിയ വിശ്വാസങ്ങളുണ്ട് അല്ലെ, നെഗറ്റീവ്സ്. അതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞ് നമ്മളുടെ ഉമ്മ നമ്മളോട് പറയുന്നു, നമ്മൾ ഈ മക്കളോട് പറയുന്നു, ഇങ്ങനെ പോവാണ്. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കുക ഇതൊക്കെ നെഗറ്റീവാണ്, ഇതെന്റെ മക്കളിലോട്ട് എന്റെ അടുത്ത തലമുറയിലോട്ട് ഇതൊന്നും വരരുത്. നല്ല വിശ്വാസങ്ങൾ കൊടുക്കുക, നല്ല ശീലങ്ങൾ അവർ ഉണ്ടാക്കിപ്പിക്കുക. അതൊക്കെ അവരുടെ ജീവിതത്തെ ഷേപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? എല്ലാരും ഉണ്ടോ ഇവിടെ? ചാറ്റ് ചെയ്തോട്ടോ, ഞാൻ ഇത് വന്നിട്ട് നോക്കാം. യെസ് മാഡം, ആ ഓക്കെ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞില്ല, മാനിഫെസ്റ്റേഷൻ ആണ് ഈ ഒരു ബുക്കിൽ കാര്യമായിട്ട് പറയുന്നത്. മാനിഫെസ്റ്റേഷന്റെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ എന്താണോ വേണ്ടത് അത് വ്യക്തമായിട്ട് ചോദിക്കുക. ഇത് ഈ ഒരു സെഷൻ ക്ലിയർ ആവാത്തവർ എന്ത് ചെയ്യാന്നറിയോ? മാനിഫെസ്റ്റേഷന്റെ എന്റെ സെഷൻ യൂട്യൂബിൽ ലിങ്ക് ഉണ്ട്, റെക്കോർഡ് ഉണ്ട്. അപ്പൊ അത് കാണാം, നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ അതൊന്ന് കാണാം. അതിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽ വെറും മാനിഫെസ്റ്റേഷൻ ആണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ അതൊന്ന് പോയി കാണുക സെഷൻ കഴിഞ്ഞതിന് ശേഷം. ഓക്കെ, അപ്പൊ നമ്മൾ അതിലൊക്കെ പറയുന്നുണ്ട് ക്ലാരിറ്റി, ക്ലിയർ വിഷൻ ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതില് മാനിഫെസ്റ്റേഷനെ കുറിച്ച് പറയുന്ന അതിന്റെ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ചോദിക്കണം. നമുക്ക് എന്താ, കരയുന്ന കുട്ടിക്കേ പാലുള്ളൂ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. നമുക്കറിയാം കരയുമ്പോ നമ്മൾ എന്ത് ചെയ്യും, വിശന്നിട്ടായിരിക്കാം കരയുന്നത് എന്ന് വിചാരിച്ചിട്ട് പാല് കൊടുക്കുന്നു. ഇതേപോലെ തന്നെ നമ്മൾ ക്രിയേറ്ററിനോട് ചോദിച്ചു കൊണ്ടേയിരിക്കുക. ചോദിച്ചു കൊണ്ടേയിരിക്കുമ്പോ ക്രിയേറ്റർക്ക് തോന്നും ആൾക്ക് അത്രയും അത്യാവശ്യമുള്ള കാര്യമാണ്, അയാൾക്ക് അത് ആവശ്യമുള്ള കാര്യമാണ് കൊടുക്കാം എന്നുള്ളത്. ദെൻ കിട്ടും എന്ന് വിശ്വസിക്കാം. കിട്ടും, അതായത് ആ കുട്ടി അവിടെ കരയുമ്പോൾ കുട്ടി ഇന്ന് കരഞ്ഞാ പാല് കിട്ടും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതേ മൈൻഡ് സെറ്റില് നമ്മൾ ദൈവത്തോടോ യൂണിവേഴ്സിനോടൊക്കെ ചോദിക്കുമ്പോൾ അത് കിട്ടും. ബിലീവ് സ്റ്റെപ്പ് 1 ആസ്ക്. എന്താണോ വേണ്ടത് ചോദിക്കാം. എന്താണ് ക്ലിയർ ആയിട്ട് ചോദിക്കുക കേട്ടോ. വെറുതെ എനിക്കൊരു ജോലി അല്ലെങ്കിൽ എനിക്ക് നല്ല എന്തെങ്കിലും വീട്, അങ്ങനെ എത്ര എന്ത് ജോലി വേണം, ടീച്ചർ ആവണോ, എന്താ ബ്യൂട്ടിക്ക് ഓണർ ആവണോ, അല്ലെങ്കിൽ ഷോപ്പ് ഇടണോ, അതല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങണോ, എന്താണ് നിങ്ങളുടെ ടേൺ ഓവർ എത്രയാണ്? ഇപ്പൊ കഴിഞ്ഞ മെഡിറ്റേഷനിൽ പറഞ്ഞ പോലെ ക്ലാരിറ്റി ആയിട്ട് ചോദിക്കാം. ഓക്കെ, അവിടെ ഒരു ഡൗട്ടും ഉണ്ടാവരുത്. നിങ്ങൾ ഒരാളോട് പറയുമ്പോൾ ആൾക്ക് ഡൗട്ട് ഉണ്ടാവാതിരിക്കാൻ ക്ലിയർ ചെയ്ത് കൊടുക്കൂലേ, അതേപോലെ നിങ്ങൾ ഉള്ളിൽ ക്ലിയർ കൊടുക്കുക. ക്ലിയർ കൊടുക്കണ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനനുസരിച്ച് ചിന്തകൾ നിങ്ങൾ മനസ്സിലോട്ട് വരാനാ. നിങ്ങൾ വിചാരിക്കുമോ ദൈവത്തിനൊക്കെ അറിയാലോ, ദൈവത്തിന് ഒരു എലാനെങ്ങിയാൽ പോലും അറിയാലോ, പിന്നെ എന്തിനാ ഞാൻ ഇത്ര ക്ലിയർ ആയിട്ട് ചോദിക്കണേന്നല്ല. നിങ്ങളുടെ മൈൻഡിൽ ഇപ്പൊ ഞാൻ ഈ ഒരു സെഷൻ എടുക്കാൻ കാരണം എന്താണോ ചിന്തിച്ച് ഉണ്ടാക്കി അതിനെക്കുറിച്ച് പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ വന്ന പോലെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഒരു കാര്യത്തിനെ കുറിച്ച് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഫുൾ ക്ലാരിറ്റി നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അതിനാവശ്യമുള്ള ആളുകൾ, അതിനാവശ്യമുള്ള ഇപ്പൊ ഇൻസ്റ്റ തുറക്കുമ്പോഴായിരിക്കും അതിനെ പറ്റിയ ഒരു ആഡ്, അല്ലെങ്കിൽ അതിന് പറ്റിയ ഒരു എന്തെങ്കിലും നിങ്ങളെ ലൈഫിൽ ഇങ്ങോട്ട് വരും, അട്രാക്ട് ചെയ്ത് നിങ്ങൾ ഇങ്ങോട്ട് വരുത്തും. കുറെ അങ്ങോട്ട് പോവേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ റിസീവ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കാം. അത് റിസീവ്, അതായത് ഞാൻ കുറെ കാലായി ചോദിക്കുന്നത് എന്തൊരു കഷ്ടാണ്, ഈ ഡയലോഗാ വരുന്നെങ്കിൽ ഇതന്നെ ഉള്ളൂ. ഞാൻ എത്ര ദൈവം എന്നെ മാത്രം കാണുന്നില്ല, എന്നെ കണ്ണ് കാണില്ല എന്ന് തോന്നുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്റെ കാര്യം മാത്രം നടക്കണില്ല, ഞാൻ എത്ര കാലായി അമ്പലങ്ങളിൽ പോയിരുന്നോ, പള്ളിയിലും പോയി നടക്കുന്ന, അല്ലെങ്കിൽ എത്ര നേർച്ച ചെയ്തു, അങ്ങനെയൊക്കെ പറയും. കുട്ടികളില്ലാത്തവരൊക്കെ ഇങ്ങനെ പറയാനേക്കും അല്ലെ. അവര് റിസീവിങ് മോഡിലല്ല. കിട്ടിയതിന് ശേഷം എന്ത് എന്ന് ചിന്തിക്കാനുള്ള കഴിവ് അവർക്കില്ല. അതുകൊണ്ടാണ് അവർക്ക് കിട്ടാത്തത്. അവർക്ക് കൊടുക്കണ്ടെന്ന് തീരുമാനിക്കുകയല്ല, അവർ തന്നെയാണ് അവരുടെ ആ ഒരു നെഗറ്റീവ് തോട്ട്സ് ആണ്, ആ ഒരു റിസീവിങ് മൈൻഡ് സെറ്റ് ഇല്ലാത്തതാണ് അവരവിടെ സക്സസ് ആവാത്തത്. ഏതൊരു കാര്യം നിങ്ങൾ എടുത്തു നോക്കിയോ, നമ്മൾ എപ്പോഴാ പ്രാർത്ഥിക്കുക? നമ്മൾ എപ്പോഴാണ് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞേ? നിങ്ങൾ എപ്പോഴാ പ്രാർത്ഥിക്കുക? ഡെയിലി പ്രാർത്ഥിക്കോ അതോ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണോ? അൺമ്യൂട്ട് ചെയ്ത് തന്നെ പറയാട്ടെ. മോർണിംഗ് ഞാൻ ഡെയിലി പ്രാർത്ഥിക്കും. ഡെയിലി പ്രാർത്ഥിക്കും, നല്ല കാര്യം. രാവിലെ മോർണിംഗിലും പ്രാർത്ഥിക്കും, ഈവനിങ്ങിലും പ്രാർത്ഥിക്കും.
സുബൈർ ടൈലറിന്റെ ഇപ്പൊ ഇതിന്റെ ലിങ്ക് കിട്ടുമ്പോ പഴയതിന്റെ ഒക്കെ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ അടിക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മാനിഫെസ്റ്റേഷന്റെ കിട്ടും കേട്ടോ. ഞാൻ ഇപ്പോഴാണ് ചാറ്റ് കണ്ടത്. അപ്പൊ പ്രാർത്ഥിക്കുമ്പോ എല്ലാവർക്കും ഓരോ കാരണം ഉണ്ടാവും. ഞാൻ പറയണത് ഇപ്പൊ മുസ്ലിംസ് 5 നേരം പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ഇത് 5 പള്ളിയിൽ പോകുന്നു, ചർച്ചിൽ പോകുന്നു, ഇതല്ലാണ്ട് നമ്മളുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പറയണേ, ഒരു പ്രശ്നം വരുമ്പോ വരുമ്പോഴാണ് മിക്കവാറും ആളുകൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത്. ശരിയാണോ? സ്വർണം പറയൂ. അതെ. നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നം വരുമ്പോ നമ്മുടെ മൈൻഡിൽ എന്തായിരിക്കും ശരിക്കും? സന്തോഷാണോ സങ്കടമാണോ? ഇപ്പൊ ഒരു അസുഖം വന്നു, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് കേസ് വന്നു, അതല്ലെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വന്നു, ഫാമിലി ഇഷ്യൂസ് വന്നു, അപ്പൊ എന്തായിരിക്കും നിങ്ങളുടെ മൈൻഡ് സെറ്റ്? സങ്കടമായിരിക്കും. അപ്പോ ആ ഇമോഷൻസ് മൊത്തം നിങ്ങളുടെ പ്രാർത്ഥനയിൽ വരും. അതായത് എന്താണ് എന്താണെങ്കിൽ ദൈവമേ എന്താ ഇങ്ങനെ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, എന്താ ചെയ്യാ ഞാൻ എന്നുള്ള ഈ ദൈവത്തിന്, അതായത് ക്രിയേറ്റർക്ക് ഒരു കഴിവുമില്ല. നമ്മളിവിടെ കിടന്ന് ഇങ്ങനെ ഉരുകയാണ്, പ്രാർത്ഥിക്കും. നമുക്ക് എന്തില്ല, ക്രിയേറ്ററിലെ ഒരു അൾട്ടിമേറ്റ് പവറാണ്, എന്തിനും കഴിയുന്ന ദൈവമാണ് എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലപ്പോ വരില്ല. നമ്മുടെ മനസ്സ് ദാരിദ്ര്യ മൈൻഡ് സെറ്റിലാണ്, സ്കേഴ്സിറ്റിയിലാണ്. അതായത് അവർക്ക് എന്ത് സംഭവിക്കും, ഇപ്പൊ ഒരു ആക്സിഡന്റ് ഒക്കെ ആണെങ്കിൽ എന്താണ് ഇത്, ഭയങ്കര ബേജാറ് പറയില്ല നമ്മൾ, ഭയങ്കര ബേജാറ്, ടെൻഷൻ, അങ്ങനെയൊക്കെ ആയിരിക്കും. നമ്മൾ അടുത്ത വേണ്ടപ്പെട്ടവരൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും പറയണ്ട അല്ലെ. ആ ഒരു ടെൻഷനിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദൈവത്തിനോട് പരാതികളും, എന്തിനാണ് ഇവർക്ക് ഇങ്ങനെ ലൈഫ് കൊടുത്തത്, എന്തിനാണ് നമുക്കാണെങ്കിൽ എന്തിനാ ഇങ്ങനെ ഒരു അസുഖം തന്നെ, എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്നുള്ള ഇതിലാണ് നമ്മുടെ ഉള്ളിൽ നിന്നും വെറുതെ ഇരിക്കുമ്പോഴും പറയും, ഉറക്കെയും പറയും ആളുകൾ അല്ലെ, പരാതികളും പരിഭവങ്ങളും ഒക്കെ പറയും. പക്ഷെ ഈ ക്രിയേറ്റർ എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഈ ആകാശം ഭൂമി നമുക്ക് കണ്ണുകൊണ്ട് കാണാത്ത പല സംഭവങ്ങളും സൃഷ്ടിച്ച ദൈവത്തിന് നിങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമാണ്. മനസ്സിലായോ? അതാദ്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. അപ്പോൾ നമ്മൾ ഒരു പ്രശ്നം വരാൻ വേണ്ടി കാത്തിരിക്കേണ്ട. നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ നമുക്ക് പോയി പറഞ്ഞ പോലെ ആരോഗ്യം, അതുപോലെ തന്നെ നല്ല യാത്രയൊക്കെ ചെയ്യുമ്പോൾ സാധാരണ ആളുകൾ പറയും അപകടമൊന്നുമില്ലാതെ അവിടെ എത്തിച്ചേരണേ എന്ന് പറയും. അവിടെ എന്താണ് വരുന്നത്? നിങ്ങൾ അപകടത്തിനെ ക്ഷണിച്ചിങ്ങോട്ട് വരുത്താണ്. അപകടമൊന്നും വരണം എന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ അവിടെ എന്താണ്, നെഗറ്റീവ് വേർഡ്സ് യൂസ് ചെയ്യാണ്. നമ്മൾ പൊതുവേ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പൊതുവെ അങ്ങനെ നമ്മുടെ മനസ്സിൽ വരുന്നതാണ്. അതായത് ട്രെയിനോ ബസ്സോ എന്തെങ്കിലും അല്ലെങ്കിൽ കാറൊക്കെ ആണെങ്കിലും നമുക്കറിയാം റോഡൊക്കെ ഭയങ്കര ഇതാണ്, ബ്ലോക്കും കുണ്ടും കുഴിയും തിരക്കും ഒക്കെയാണ് അല്ലെ. അപ്പൊ നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് തോട്ട്സ് വരുന്നു, നെഗറ്റീവ് നമ്മുടെ ലൈഫിലോട്ട് അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും നെഗറ്റീവ് വാക്കുകൾ യൂസ് ചെയ്ത് കടം, അസുഖം, അപകടം, ഓക്കെ, അങ്ങനെയുള്ള നെഗറ്റീവ് വാക്കുകളിന് പകരം സമ്പൽ സമൃദ്ധി, അതുപോലെ തന്നെ നല്ല ആരോഗ്യം, ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളാണെങ്കിൽ ആള് നല്ല ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരണേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്കാണെങ്കിലും അങ്ങനെ തന്നെ, എനിക്ക് എന്റെ പഴയ പോലെ തന്നെ നല്ല ഇതായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം, എന്നെ പഴയ നല്ല എന്താ പറയാ എനർജറ്റിക് ആയിട്ട് തന്നെ എനിക്ക് ഇതാകാൻ കഴിയണേ എന്നുള്ള രീതിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എന്റെ ലൈഫിൽ തന്നെ ഞാൻ ഒരു ടൈമില് ജോയിന്റ് ഫാമിലിയിലാകുമ്പോൾ രാവിലെ എണീറ്റിട്ട് ഞാൻ പ്രാർത്ഥിക്കുക, എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയാത്ത കാലത്ത് ഞാൻ പ്രാർത്ഥിക്കുക എന്താ, ഇന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുതേ എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുക. അപ്പം എന്റെ ലൈഫിൽ പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ, ഇപ്പൊ എനിക്ക് ആലോചിക്കും വളരെ നിസ്സാരമാണ്, മദറിലോ ആയിട്ടുള്ള ഇഷ്യൂസ് ആണ്, നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. അത് ഞാൻ പ്രാർത്ഥിക്കും. ചിലപ്പോൾ അന്ന് അടുക്കളയിൽ ചിലവർക്ക് പാല് വെച്ചിട്ട് അതൊന്നും ഒന്ന് തിരിയുമ്പത്തിനും, ചിലർ പാത്രം കഴുകാൻ തിരിയുമ്പത്തിനും അത് തിളച്ചു പോയിട്ടുണ്ടാവും. അത് മതി ലൈഫിൽ പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഞാൻ പറയും, വിചാരിക്കും അല്ലാ ഞാനിന്ന് പ്രാർത്ഥിച്ചാണല്ലോ ഒരു പ്രശ്നം ഉണ്ടാവരുതേന്ന്. എന്നിട്ട് എന്താ ഇങ്ങനെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറയാം. അത് ഇപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, ഞാൻ പ്രശ്നങ്ങളെ അവിടെ അട്രാക്ട് ചെയ്ത് വരുത്തുകയായിരുന്നു. മനസ്സിലായോ? ഒരു കുഞ്ഞു പ്രശ്നമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. നിങ്ങളുടെ ലൈഫിലും അങ്ങനെ പല പലതും ഉണ്ടാവും. നമുക്ക് ഇപ്പൊ പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാനുണ്ടോ ഇല്ലേ? ഉണ്ടോ? ഉണ്ടോ ഇല്ലേ? അതെ. അപ്പൊ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എന്താണ്, എനിക്കത് വേണ്ട, എനിക്കിത് അങ്ങനെയല്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നതിലും നല്ല പോസിറ്റീവ് വേർഡ്സ്, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി, നമ്മളൊരു എനർജി ഉണ്ട് നമ്മുടെ ഇതിൽ. നമ്മൾ എന്താണ് ഇങ്ങനെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എനർജി ഡൗൺ ആവുന്നുണ്ട് ഇല്ലേ? നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? നമ്മൾ നല്ല കാര്യങ്ങൾ ഒരാളോട് ഷെയർ ചെയ്യാം. ഞാനിപ്പോ ഇതിൽ ആരെങ്കിലും ഒരാളെ വിളിച്ചിട്ട് ഒരാളിപ്പോ എന്നെ വിളിച്ചു സെഷൻ കഴിഞ്ഞ്, ഇപ്പൊ എന്റെ ലൈഫിൽ നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ
എനിക്കത് ഭയങ്കര ഹാപ്പിനെസ് വരും, സന്തോഷം എനിക്ക് വരും, കേൾക്കണ നിങ്ങൾക്കും വരും. ആ സമയം എൻ്റെ ഫാദർ മരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കല്യാണത്തിന് മുമ്പ്. അപ്പൊ ഞാൻ ആ ഒരു ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും സങ്കടം വരും, നിങ്ങളുടെ ആരും അല്ലെങ്കിലും സങ്കടം വരും അല്ലേ? അപ്പൊ ഇതിന്റെ ഇതൊക്കെ സയന്റിഫിക് ഭാഷയൊക്കെ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞു, അതായത് മിറർ ന്യൂറോൺസ് ഉള്ളതുകൊണ്ടാണ്. അപ്പം ഇതെന്താണ്, നമ്മൾ ദൈവത്തോടാണെങ്കിലും നമ്മുടെ എനർജി ഡൗൺ ആവുകയാണ്. ദൈവത്തിന് ഇത് മനസ്സിലാകാത്ത പ്രശ്നമൊന്നുമല്ല, നമ്മളെ എനർജി എന്താവാണ്, നമ്മൾ ഡൗൺ ആവും, മൂഡ് ഓഫ് ആവാണ്. കഴിഞ്ഞതൊക്കെ പ്രശ്നങ്ങളൊക്കെ ആലോചിച്ച് എന്തിനാ ദൈവമേ എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ തരുന്നത്, എന്റെ ലൈഫ് എന്താ ദൈവം ഇങ്ങനെ, എന്നെ എന്താ കാണുകയാണെങ്കിൽ ഞാൻ മാത്രം എന്താ ഇങ്ങനെ, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ തന്നെ എന്തായി, ഡൗൺ ആയി, എന്റെ മൂഡ് പോയി. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ ഫുഡ് പോലും കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഫുഡ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കും, എന്നിട്ട് പകുതി അവിടെ ഇട്ടു പോകും. അങ്ങനെയൊക്കെ എന്റെ ലൈഫിൽ ഉണ്ടായതുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ ഇത്ര നല്ല ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റണേ, ഷെയർ ചെയ്യാൻ പറ്റണേ. അപ്പൊ നിങ്ങൾ പറയാം, മീൻസ് നിങ്ങൾ നിങ്ങളെ ലൈഫിനെ കുറിച്ച് ആലോചിക്കുക, കഴിഞ്ഞതിനെ കുറിച്ച് ആലോചിക്കുക. അങ്ങനെയാണോ ചെയ്തിരുന്നത് നിങ്ങൾ, പ്രശ്നങ്ങൾ വേണ്ട, അതല്ലെങ്കിൽ നെഗറ്റീവ് വേർഡ്സ് വേണ്ട, അരുത് എന്നൊക്കെയുള്ള വേർഡ്സുകളാണോ യൂസ് ചെയ്തിരുന്നത്, അതല്ല അങ്ങനെയാണെങ്കിൽ അത് മാറ്റിയിട്ട് നിങ്ങൾ അവിടെ നിങ്ങളുടെ പോസിറ്റീവ് വേർഡ്സ്, ഇപ്പൊ ഞാനിപ്പോ ഒന്ന് രണ്ടെണ്ണം പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ പറയില്ല എന്റെ കടമൊക്കെ ഒന്ന് വീട്ടിൽ കിട്ടണേ, കടമൊക്കെ വീട്ടിയിട്ട് ഒന്ന് സന്തോഷത്തോടെ ജീവിക്കണേ എന്നൊക്കെ പറയും. ആ സമയം എന്ത് വേണം, എന്റെ ലൈഫിൽ സമ്പൽ സമൃദ്ധി അല്ലെങ്കിൽ അബണ്ടൻസ് തരണേ എന്നുള്ളത് പറയാം അല്ലെ? അപ്പം ആ രീതിയിൽ തന്നെ പ്രാർത്ഥിക്കാം. അപ്പൊ നമുക്ക് എന്താണ്, അബണ്ടൻസ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഐശ്വര്യം, സമ്പൽ സമൃദ്ധി, അനുഗ്രഹം എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കും ഒരു പോസിറ്റീവ് എനർജി ആ വേർഡിലൂടെ തന്നെ കിട്ടും. ഓക്കെ, ഒരു വാക്ക് കൊണ്ട് നമുക്ക് ഒരാളെ തളർത്താനും പറ്റും, ഒരു വാക്കുകൊണ്ട് ആ ആളെ പുകഴ്ത്തി പറഞ്ഞ് ആളെ മോട്ടിവേറ്റ് ചെയ്യാനും പറ്റും. അപ്പൊ വാക്കുകൾക്ക് പവർ ഉണ്ടോ? ഉണ്ടോ? യെസ്. യെസ്. അപ്പൊ ആ ഒരു വാക്കിന്റെ പവർ നിങ്ങൾ മനസ്സിലാക്കുക, അത് യൂസ് ചെയ്യുക, അത് കറക്റ്റ് ആയിട്ട് ലൈഫിൽ യൂസ് ചെയ്താൽ സക്സസ് ആവും. ഇപ്പം നമ്മള് ഓരോ കാര്യം, ഇപ്പൊ ഇത് ഞാൻ ഇതിനൊരു ഉദാഹരണം പറയാം. എന്റെ ഇപ്പൊ അടുത്ത് തന്നെ ഹസ്ബൻഡ് വന്ന സമയത്ത് ഇവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇറങ്ങി, ആള് പാർക്ക് ചെയ്യാൻ വേണ്ടി, കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയി. ഞങ്ങളപ്പോ കാണുന്നില്ല. ഞങ്ങൾ എന്നിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ നേരത്ത് കാറിന്റെ കീ എവിടെയും കാണാനില്ല, ആളെ കയ്യിലും ഇല്ല. സാധാരണ പാന്റ് ഇടുന്ന ആളന്ന് മുണ്ടായിരുന്നു, ഇപ്പൊ മുണ്ടിന് പോക്കറ്റ് ഇല്ലല്ലോ. അപ്പം എവിടെ വെച്ചെന്ന് ഒരു പിടിയില്ല. അപ്പൊ ഞാനിങ്ങനെ ആളെ പുറകെ വന്നിട്ട് ഒന്ന് ഓർത്തു നോക്ക് എന്താ ചെയ്തതെന്ന്, ഒന്ന് ഓർത്തു നോക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ളവര് മൊത്തം, ഞങ്ങളുടെ മറ്റു ഫാമിലി മെമ്പേഴ്സ് എല്ലാരും തെരഞ്ഞു, ഓഡിറ്റോറിയം, പാർക്കിംഗ് ഗ്രൗണ്ട് എല്ലായിടവും തിരയുന്നുണ്ട്. ഞാൻ ആ സമയത്തൊന്നും തിരയാൻ കൂടിയില്ല, ആളെ പുറകെ വന്നിട്ട് പറഞ്ഞിട്ട് എവിടെ എവിടെയെന്നൊന്ന് നോക്ക്. എങ്ങനെ നമുക്ക് ഓർമ്മ കിട്ടുമല്ലോ നമ്മൾ എന്തൊക്കെ ചെയ്തു, കാറിൽ നിന്ന് ഇറങ്ങി, കാറ് ലോക്ക് ചെയ്തു, അതിനുശേഷം എന്തൊക്കെ ചെയ്തു എന്നൊക്കെ ചോദിക്കണ്ട്. അപ്പൊ ആള് പറയണ്ട് ഞാൻ മുണ്ടൊന്ന് ശരിക്കും ഉടുത്തു നോക്കി, ഉടുത്തു. അപ്പം എവിടെയോ വെച്ചെന്ന് പക്ഷെ ആൾക്ക് ഓർമ്മയില്ല. മുണ്ട് ഉടുക്കാൻ വേണ്ടി ഇത് എവിടെയോ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചിലപ്പോ ഓഡിറ്റോറിയത്തിൽ ചെല്ലണതിന് മുമ്പ് എവിടെയെങ്കിലും ആയിരിക്കുമല്ലോ, അതിന്റെ ഫ്രണ്ട് ഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കുമല്ലോ. അപ്പൊ ഞങ്ങൾ അവിടേക്ക് പോയി. പിന്നെ ഇതിന്റെ സ്പെയർ കീ ഉണ്ട്. സ്പെയർ കീ ഉള്ളതുകൊണ്ട് അനിയൻ ബൈക്കിൽ പോയിട്ട് വീട്ടിൽ പോയി ആ സ്പെയർ കീ കുറച്ച് ദൂരം ഉള്ളൂ, അവിടെ പോയി എടുക്കാൻ വന്നു. അപ്പൊ എന്തായാലും കീ വരുമല്ലോ, കീ വന്ന് പോവാം എന്നുള്ള ഒരു സമാധാനമായി. അപ്പൊ അതുവരെ ഉണ്ടായിരുന്ന ഡെസ്പ് എന്ത് ചെയ്യും എന്ന് ആലോചിക്കാതെ, ഇനിയിപ്പോ അത് കിട്ടിയാ പോരാ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇങ്ങനെ തെരഞ്ഞെടുക്കാം. എന്നിട്ട് ഒന്നും കിട്ടണമൊന്നുമില്ല. അപ്പൊ പിന്നെ ഞാൻ ആ പാർക്ക് ചെയ്യണ അവിടെ വലിയ ഗ്രൗണ്ടാ, എല്ലാ വണ്ടികളും പോയി. അപ്പൊ ഞാൻ ഞങ്ങളുടെ കാറിന്റെ അടുത്തിരുന്നിട്ട് ഇങ്ങനെ തെരയണേന്റെ ഇടയിൽ മുകളില് ഫുൾ മൂണ് കണ്ടു. രാത്രിയായിട്ടോ റിസപ്ഷൻ, ഫുൾ മൂൺ ഇങ്ങനെ നല്ല ഭംഗിയിൽ, അതിന്റെ ചുറ്റി ഒരു വൈറ്റ് വലയം കൂടുതലായിട്ട് ഇങ്ങനെ അത്യാവശ്യം വലിയ വലുപ്പത്തിൽ. ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ അത്രയും വലുപ്പത്തിൽ, നമ്മൾ ആ സമയത്തൊന്നും അങ്ങനെ പുറത്തിറങ്ങി നിൽക്കാറില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ഹാപ്പിനെസ്സിൽ ഞാൻ ഞാൻ വേറൊരു ബുക്കിൽ വായിച്ചിട്ടുണ്ടായിരുന്നു, ഫുൾ മൂണ്, അതുപോലെ തന്നെ റെയിൻബോ, സൺസെറ്റ്, പിന്നെ ഇത് റൈസ്, അതായത് സൂര്യൻ ഉദിക്കുന്നത്, സൂര്യൻ ഈ സമയത്തൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞാല് ദൈവം വേഗം കേൾക്കും. അത് ഞാൻ വായിച്ചതാണ്. അന്ന് എനിക്ക് ഒരു വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ മൂൺ കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് മോളെ വിളിച്ച് കേൾപ്പിച്ചു. അതുവരെ ഇങ്ങനെ മൈൻഡ് ഇങ്ങനെ, നമുക്കറിയാലോ നമുക്ക് എങ്ങനെങ്കിലും വീട്ടിലെത്തിയാൽ മതിയാവും. ആ സമയത്ത് കാറിന്റെ കീയും ഇല്ല, എന്ത് ചെയ്യും, 3 കുട്ടികളുണ്ട്, രണ്ടാളും ഉറങ്ങിയിട്ടുണ്ടെന്നു. അപ്പൊ ഈ ഒരു ബുദ്ധിമുട്ടിൽ ഇങ്ങനെ നിൽക്കുന്നതിന്റെ അതൊക്കെ മറന്ന് ഞാൻ പഠിച്ചവൻ അള്ളാഹ് തന്നെ ഞാൻ വിളിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, അള്ളാഹ് അത് എവിടെ ഇരിക്കണെന്ന് അള്ളാഹ്ക്ക് അറിയാലോ, അത് എനിക്കൊന്ന് കാണിച്ചായോ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ മോളെയും വിളിച്ച് കാണിച്ചു. ആ മൂണിങ്ങനെ നോക്കിയിരുന്നു, വേറെ ഒന്നും ചിന്തിച്ചില്ല. എന്നിട്ട് പിന്നെ ഇവര് സ്പെയർ കീ കൊടുന്നപ്പോ അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോ പറ്റണില്ല. എന്താണെന്ന് എനിക്കറിയില്ല, ഡ്യൂപ്ലിക്കേറ്റ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു. അപ്പൊ ഇവര് പറഞ്ഞു ബാറ്ററി ഇറങ്ങിയതായിരിക്കും, മറ്റേ
ഓഡിറ്റോറിയത്തിന്റെ ആൾക്കാർ പറഞ്ഞു നമുക്ക് ശരിയാക്കാം, നിങ്ങളൊക്കെ ഇറങ്ങുന്നു പറഞ്ഞു. ഞങ്ങൾ കയറിയിരുന്ന ആളുകളെ ഞങ്ങളെയൊക്കെ ഇറക്കിയപ്പം ഈ വൈപ്പർ ഉണ്ടല്ലോ, വൈപ്പറിന്റെ ഇടയിലിരിക്കുന്നു താക്കോല്. ഞാനാണ് അത് കണ്ടത്. അതായത് വൈപ്പർ ഉള്ളത് കൊണ്ടാണ്, ഇത് കറുപ്പാണല്ലോ രണ്ടും, അതാണ് അതുകൊണ്ടാണ് കാണാത്തത്. പക്ഷെ ആ ഇറക്കത്തിൽ, രണ്ടാമത്തെ ഇറക്കത്തില് എനിക്കിത് കാണാൻ പറ്റി. അതുവഴി എത്ര തെരഞ്ഞപ്പോ ആള് പറയണ്ട, ഇവിടെ വെച്ചാണ് ഞാൻ മുണ്ട് ശരിയാക്കിയത്. ആൾക്ക് അതുപോലും ഓർമ്മയില്ല. അപ്പൊ മുണ്ട് ശരിയാക്കാൻ വേണ്ടി അത് അവിടെ വെച്ചു. അപ്പൊ എന്ത് പറ്റി, അത് പിന്നെ മറന്നുപോയി അവിടെ ഇട്ടിട്ട്. പിന്നെ ആള് കല്യാണത്തിന് പോയ ആൾക്കൊരു ഓർമ്മയില്ല. ചിലർക്കാണല്ലോ ചില കാര്യങ്ങളൊന്നും ഒട്ടും ഓർമ്മ കിട്ടൂലല്ലോ. പക്ഷെ എനിക്കറിയാം ആൾ എവിടെയോ അത് വെച്ചിട്ടുണ്ട്, ആൾക്ക് എന്നെ അത് ഓർത്തെടുക്കാൻ പോലും പറ്റില്ല. പക്ഷെ അതെനിക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഞാൻ ഓർത്തു, അതുവരെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുമില്ല. എങ്ങനെ പറയണം, ഒരു ഓർമ്മയില്ല എവിടെ വെച്ചെന്ന് ഒരു ഓർമ്മയില്ല. ഒന്ന് ഓർത്തു നോക്കൂടെ, എത്രക്ക് ബുദ്ധിയില്ലേ, അങ്ങനെയൊക്കെ ചോദിക്കുമല്ലോ നമ്മള് ദേഷ്യം വന്നിട്ട്. അങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അതൊക്കെ മറന്ന് ഞാൻ എന്ത് ചെയ്ത്, ആ ഫുൾ മൂൺ കണ്ടപ്പോ പഠിച്ചവനോട് തന്നെ ഒന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് കണ്ണിൽ കാണിച്ചു തന്നു. ദൈവത്തിന് അറിയാത്ത ഒന്നും ഇല്ല എന്നല്ല, അതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഫോണിന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ പറയാൻ ഈ സെഷൻ പോരാ. മീൻസ് നിങ്ങൾക്ക് എന്റെ ലൈഫിൽ നിന്ന് എടുത്ത് പറയുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. അപ്പൊ എനിക്കപ്പോ ഒരു വിശ്വാസം വന്നു, ഫുൾ മൂൺ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരു ക്രിയേഷൻ ആണ്. നമ്മളെയൊക്കെ പോലെ മനുഷ്യനെയൊക്കെ പോലെ ദൈവം സൃഷ്ടിച്ച ഒരു സംഭവമാണ്. അത് കാണുമ്പോൾ ദൈവത്തിന്റെ മഹത്വത്തെ ഓർക്കുകയും അതിനെ വാഴ്ത്തി അൽഹംദുലില്ലാ അല്ലെങ്കിൽ താങ്ക് ഗോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്താണോ നമ്മൾ ചോദിക്കുന്നത് അത് ദൈവം തരും. നമ്മളിപ്പോ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് കൂടുതൽ പറയണില്ലേ, നമുക്ക് കിട്ടിയതിനെ കുറിച്ച് നന്ദി പറയാം, എന്നിട്ട് എന്ത് ചെയ്യാം, കിട്ടിയതിനെ കുറിച്ച് നന്ദി പറഞ്ഞിട്ട് പിന്നെ ചോദിക്കാമെന്ന് പറയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് സംഭവം. അപ്പം ഇതൊക്കെ എന്റെ ലൈഫിൽ എനിക്കപ്പോ ഇപ്പൊ റെയിൻബോ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ ആ ഹാപ്പിനെസ്, നമ്മൾ കുഞ്ഞാ കുട്ടി പോലെ അത് ആസ്വദിക്കൂല്ലേ ഒരു റെയിൻബോ ഒക്കെ കണ്ടു കഴിഞ്ഞാല്. അപ്പൊ ആ ഹാപ്പിനെസ്സോട് കൂടെ ഞാൻ എന്റെ ഗോൾസുകളും പറയാറുണ്ട് ഇപ്പൊ. മീൻസ് നമുക്ക് ഇങ്ങനെ ഒരു ഇത് വന്നപ്പോ ഇത് ഓക്കെ. അതുവരെ എത്ര പേരുണ്ടായിരുന്നു തിരയാന്നറിയോ, അതുവരെ വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സും, ഒരു 4 ആൺമക്കളും അതിന്റെ ഭാര്യമാരും വാപ്പയും ഉമ്മയും എന്ന് പറഞ്ഞവരെ എല്ലാവരും തെരഞ്ഞുകൊണ്ട് കിടക്കായിരുന്നു. അപ്പം അവർക്കൊന്നും കാണാത്തത് ഈ ഒരു പ്രാർത്ഥന കഴിഞ്ഞിട്ട് എന്റെ കണ്ണിൽ കണ്ടെങ്കിൽ അതിന്റെ പുറത്തെ ഒരു വിശ്വാസമുണ്ട് നമ്മൾക്ക്. അതുവരെ ഉണ്ടായിരുന്ന ടെൻഷനും നിരാശയൊക്കെ കളഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. അതായത് നിങ്ങളൊരു നിരാശയോടെ ഇത് കിട്ടൂല, എനിക്ക് സെറ്റ് ആവൂല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പ്രാർത്ഥിയെങ്കിൽ ഇല്ല, ഒരു കാര്യമില്ല. പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. മനസ്സിലായോ? നിങ്ങൾ പറയുന്ന ഒരു ഡയലോഗ് തന്നെ, പ്രാർത്ഥിച്ചിട്ട് ഒന്നും എന്റെ ലൈഫിൽ നടക്കണില്ല എന്ന്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ നെഗറ്റീവ് മൈൻഡ് സെറ്റ്, നെഗറ്റീവ് വേർഡ്സ്, നെഗറ്റീവ് തോട്ട്സ്, അതേപോലെ വിഷമം, ടെൻഷൻ ഒന്നും കൂടെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങൾ ആ ഒരു ദൈവത്തിൽ വിശ്വസിക്കുക, അതായത് ഒരു ക്രിയേറ്ററിന്റെ പവറിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് ഒരു 10,000 രൂപ കടം വേണമെങ്കിൽ നിങ്ങൾ 10 ആളുകളോട് ചോദിച്ചിട്ട് അവരുടെ അടുത്തൊന്നും കിട്ടിയില്ലെങ്കിലാണ് പറയാ, എന്താണ് ദൈവം, ഞാൻ ഇത്രയും ആളോട് ചോദിച്ചു എനിക്ക് ആരും തന്നില്ല. ഈ 10,000 രൂപക്ക് നിങ്ങൾ ഒരു വഴി കാണിച്ചു തരാൻ ദൈവത്തോട് ചോദിക്കില്ല, എനിക്കൊരു വഴി കാണിച്ചു തരണം, എനിക്ക് ഇത്ര ആവശ്യമുണ്ട്, ഇത്ര പണത്തിന്റെ ആവശ്യമുണ്ട് എന്ന് ആദ്യം തന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ദൈവത്തോട് ചോദിക്കാൻ പറ്റില്ല? അപ്പൊ ദൈവം കറക്റ്റ് ആളെ മുമ്പിൽ കൊണ്ട് തരും. ഇന്ന ആളോട് ചോദിച്ചോ, ആളെടുത്ത് നിനക്ക് കിട്ടും, ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും. അതല്ല, അതിനാവശ്യമുള്ള ചിലപ്പോൾ മുമ്പ് എന്തെങ്കിലും കൊടുത്തിട്ടതോ ചിട്ടിയോ കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടും. അതൊക്കെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിട്ടികളും KSFE അങ്ങനെ പല ചിട്ടികളും ഉണ്ടല്ലോ. അതൊക്കെ ആ ഒരു സമയത്ത് നമ്മൾ അത്രയും വിശ്വാസത്തോടു കൂടി ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ നറുക്ക് നമുക്ക് തന്നെ ആയിരിക്കും. പല രീതിയിൽ നമ്മൾ ഈസി ആക്കുന്നു നമ്മുടെ കാര്യങ്ങൾ എന്നാണ് ഈ ഒരു ബുക്കിൽ പറയുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ലൈഫിൽ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി തന്നാണ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വളരെ സന്തോഷത്തോടു കൂടി ക്ലിയർ ആയിട്ട് എഴുതാം. നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ, എഴുതിയവരാണെങ്കിൽ ഒന്നും കൂടെ എഴുതാം. എഴുതിയിട്ടില്ലെങ്കിൽ എന്തായാലും എഴുതാം. നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്ന, നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം സന്തോഷത്തോടു കൂടി എഴുതാം. ഓക്കെ. ആ ഒരു ഉള്ളില്, ആ ഉള്ളില് നിങ്ങളുടെ ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾ ഫീൽ ചെയ്തുകൊണ്ട് എഴുതും. അത് കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും, നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് കിട്ടണല്ലോ, അത് കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഹാപ്പിനെസ് ഫീൽ ചെയ്ത് തന്നെ എഴുതാം. ഓക്കെ. ക്ലിയർ ആണല്ലോ? ഞാൻ കുറച്ച് സ്പീഡിൽ Yes. പോകും, കാരണം ഇവിടെ മോൾക്ക് സ്കൂളുണ്ട്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയണതാണെന്ന് എൻ്റെ ഒരു വിശ്വാസം കേട്ടാ. അപ്പം ഡൗട്ടൊക്കെ ലോ ഓഫ് അട്രാക്ഷനെ തടസ്സപ്പെടുത്തുന്നു നമുക്ക് ഉണ്ടാകുന്ന. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്താൽ അത് വരുമോ എന്ന് ചോദിച്ചിരിക്കണില്ല, അത് വരും അല്ലേ. അത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടാവും, ഇങ്ങനെ വിശ്വസിച്ചിരുന്നു. അതായത് ഇതെന്താ കിട്ടാത്തേന്ന് വിചാരിച്ചു ചിലപ്പോൾ കിട്ടില്ല, റിട്ടേൺ പോയിട്ടുണ്ടാവും. നമ്മൾ ആ ദിവസം തന്നെ ചിലപ്പോൾ വീട്ടിലുണ്ടാവില്ല, അല്ലെങ്കിൽ ഫോൺ ഓഫ് ആയിട്ടുണ്ടാവും, നമ്മളെ വിളിച്ചാൽ കിട്ടിയില്ല, തിരിച്ചു പോകും. അതേപോലെയാണ് നമ്മള് ഡൗട്ട് ഇല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് കിട്ടും. മനസ്സിലായോ?
അതുപോലെ നിങ്ങളുടെ ലക്ഷ്യം എല്ലാം പ്രപഞ്ചത്തിൽ പൂർണ്ണമായിട്ട്, അതായത് യൂണിവേഴ്സ് എന്തെങ്കിലും ഒരു ആൾട്ടിപ്പോ ഇതിൽ കുറച്ച് പേര് പറഞ്ഞു ക്രിയേറ്ററിൽ വിശ്വാസമില്ല അങ്ങനെയൊക്കെ പറയണുണ്ട്. അവർക്ക് യൂണിവേഴ്സ് ഉണ്ട് അവരുടെ മുമ്പില്, അതായത് അവരെ കണ്ടുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു ശക്തി ഉണ്ട്. അവർക്ക് ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റാത്ത, ഒരിക്കലും നമ്മൾ സൂര്യൻ ഉദിക്കാതിരിക്കോ അസ്തമിക്കാതിരിക്കോ ഇന്ന് എന്തെങ്കിലും അങ്ങനെയുള്ള ഡൗട്ടുകളൊന്നും നമുക്കില്ല. ഇത് ആരോ ഓൾറെഡി ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അങ്ങനെ വിശ്വസിക്കുന്നില്ലേ നിങ്ങൾ? അല്ലെങ്കിൽ അവിടെ നമ്മളാണിപ്പോ ഇപ്പൊ സൂമില് രഞ്ജിത്ത് വന്ന് എന്താ ഇത് ചെയ്തില്ലെങ്കിൽ എന്തില്ല, നമുക്കിവിടെ ഇത് കിട്ടില്ല, മീൻസ് ക്ലാസ് എടുക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ രഞ്ജിത്തിനൊന്നും കിട്ടാതെ ഇപ്പൊ വിചാരിച്ച ആൾക്ക് വൈഫൈ ഒക്കെ കട്ടായോ കറണ്ട് പോയോ എന്താ പറ്റിയെന്ന് വിചാരിച്ചു. അത് എന്താണ്, നമ്മൾ മാൻ പവർ ആണ് ഇത് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ എന്തെങ്കിലും ഡിലേ വരും. പക്ഷെ ഇത് മാൻ പവർ അല്ല, ഇവിടെ ഒരു പവർ, നമ്മൾക്ക് അതീതമായ ഒരു പവറാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് എന്നെങ്കിലും പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. അതിന് ഗോൾ സെറ്റ് ചെയ്യാം. നിങ്ങൾ ഒരിക്കലും ട്രസ്റ്റ് ഇത് ചെയ്യരുത്, അതായത് ട്രസ്റ്റ് കളയരുത് അതിലുള്ള. അപ്പൊ അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആവും എന്നാണ് പറയുന്നത്. സംശയത്തോടു കൂടിയും പേടിയോടു കൂടിയൊക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്യണത്, ഈ ലക്ഷ്യത്തിലോട്ട് പ്രവർത്തിക്കണമെങ്കിൽ ലക്ഷ്യം പൂർണ്ണമാക്കാൻ കഴിയില്ല, അത് അച്ചീവ് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ ഡിവൈൻ പർപ്പസ് ആണ്. അത്ര മനസ്സിലായി, നമുക്ക് കഴിയാത്തൊരു സംഭവമാണ്. ഓക്കെ, പിന്നെ ഇതിൽ പറയണത് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ നമ്മൾ പോസിറ്റീവ് വേർഡ്സ് വരുമ്പോൾ നമുക്കൊരു എനർജി കിട്ടുമല്ലോ. ഫ്ലൂവല് എന്ന് പറഞ്ഞ പോലെ, വണ്ടിക്ക് ഫ്ലൂവൽ അടിക്കുന്ന പോലെ നമുക്കൊരു ഫ്ലൂവൽ ആണത്. അപ്പം ആ ഒരു മാനിഫെസ്റ്റേഷന്റെ ഫ്ലൂവൽ എന്തൊക്കെയാണ്? ഗ്രാറ്റിറ്റ്യൂഡ് പറയാം, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ്, അത് കിട്ടുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്തിട്ട് അത് വരുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലേ? ഇപ്പം എന്നെ സംബന്ധിച്ചൊക്കെ ലാപ്ടോപ്പ് ഒക്കെ ഇങ്ങനെ കിട്ടാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും, നല്ലതാണോ അടിപൊളിയാണോ, ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവല്ലോ. കുട്ടികൾക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുത്തിട്ട് അത് കൊടുക്കുമ്പോൾ അവരുടെ ഒരു കണ്ണിലെ സന്തോഷമൊക്കെ കണ്ടിട്ടില്ലേ? അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫീൽ ചെയ്യാത്ത. എനിക്ക് കിട്ടിയില്ല അപ്പൊ ഈ വീടൊക്കെ നിങ്ങളുടെ സ്വപ്നം, അതായത് നമ്മൾ ആഗ്രഹിച്ച ആ ഒരു സ്വപ്നത്തിലോട്ട് എത്തുമ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുക. അപ്പൊ ഞാൻ എപ്പോഴും പറയണ എന്റെ ഉദാഹരണം തന്നെ എന്താണ്, എന്റെ വീട് ഹൗസ് വാമിങ്, ആ ഒരു സന്തോഷം ഇല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഓരോന്നുണ്ടാവും, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒന്ന് ജസ്റ്റ് ഒരു സെക്കൻഡ് തരാം. നിങ്ങളുടെ സ്വപ്നം എന്താണ്, അത് ഇന്ന് തന്നെ നിങ്ങൾക്ക് സക്സസ് ആവും. നിങ്ങൾ ആഗ്രഹിച്ച ജോലി, നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ലൈസൻസ്, നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ വീട്, കാറ്, എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച സമാധാനം, നിങ്ങൾ ആഗ്രഹിച്ച സന്തോഷം, അത് ഇന്നുണ്ട്, ഇന്ന് നിങ്ങളുടെ ലൈഫിലുണ്ട്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ ചിന്തിച്ച് കൂട്ടിയിരിക്കണ്ട, ആ സംഭവം നിങ്ങൾക്ക് ഇന്ന് റിസീവ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണ് എന്നുള്ള രീതിയിൽ ഒന്ന് ഫീൽ ചെയ്യാട്ടോ. ഓക്കെ, റിസീവിങ് മോഡിൽ ഇരിക്കുക എപ്പോഴും. നമ്മൾ എന്ത് പ്രാർത്ഥിക്കുന്നു അത് റിസീവ് ചെയ്യാനുള്ള മോഡിലിരിക്കും. പിന്നെ നന്ദിയുടെ മാജിക്കിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് മാജിക് എന്നുള്ള ഒരു ബുക്ക് ഉണ്ടല്ലോ, അത് മീ റോണ്ട ബേൺ എഴുതിയതാണ്. ആ ബുക്കിനെ കുറിച്ച് ശരത് സാർ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ? സെഷൻസിൽ ഉള്ളവരായിരിക്കും മിക്കവാറും തോന്നുന്നു. പിന്നെ അതിൽ ഈ പറയണത് പോസിറ്റീവ് എനർജി, നമ്മളിങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നമുക്ക് എനർജി ഹൈ ആവും. ആരാണ് മ്യൂട്ടാക്കട്ടെ? എനർജി ഹൈ ആവും, സ്ട്രെസ് കുറയും, അതുപോലെ തന്നെ സ്ട്രെസ് കുറയും. എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിലും നമ്മൾ ഓക്കെ ഉണ്ടല്ലോ, നമുക്ക് ആയുസ് ഉണ്ടല്ലോ, ഇന്ന് ഓക്കെ ആക്കാം. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടാണ് പ്രോബ്ലം എങ്കിൽ അവരോട് പറഞ്ഞ് സംസാരിക്കാം, അല്ലെങ്കിൽ ഫോർഗീവ് ചെയ്യാം. അതല്ലെങ്കിൽ അവർക്ക് അവരെ ഒന്ന് ഹഗ് ചെയ്യാം, അവരെ പിണക്കം മാറ്റാം. ഇങ്ങനെ നമുക്ക് ചാൻസ് ഉണ്ട് ഇത് മാറ്റാനുള്ള. സ്ട്രെസ് എന്തിനെ കുറിച്ചാണോ, ആങ്സൈറ്റി ആണ്, അതായത് വരുന്ന ഫ്യൂച്ചർ എന്താവും, എനിക്ക് ആ വിചാരിച്ച ജോലി കിട്ടുമോ, എന്റെ ബിസിനസ് എങ്ങാനും കുറഞ്ഞു പോവോ എന്നുള്ള ഡൗട്ട്, ടെൻഷൻ ആണെങ്കിൽ അതൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ കുറയും എന്നാണ് പറയുന്നത്. അതുപോലെ സന്തോഷം വർദ്ധിക്കുന്നു, അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് ശ്രദ്ധയിൽപ്പെടുന്നു. ഇപ്പൊ ഒരു ജോലി എനിക്കുണ്ട്, ഒരു IT കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യാണ്. അവിടെ ഇരുന്ന് ഞാൻ ചിന്തിക്കുന്നത് എന്റെ വർക്ക് മോശമായിട്ട് ഇവര് എന്നെ പിരിച്ചുവിടുവോ, എന്നെ എങ്ങാനും ടെർമിനേറ്റ് ചെയ്യോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നെങ്കിൽ എന്റെ വർക്ക് എന്തെങ്കിലുമൊക്കെ അതില് എനിക്ക് വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വർക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരും, അവർ പിരിച്ചുവിടും. ആ സമയം ഇവിടെ ഇരുന്ന് പ്രൊമോഷൻ കിട്ടാൻ, ഇതിൽ മുകളിലിരിക്കുന്ന ആൾക്ക് നല്ല സാലറി ഉണ്ട്, ഇത്ര വർക്കില്ല, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ അവരോട് അസൂയല്ല വെക്കണ്ടേ. പ്രൊമോഷൻ കിട്ടാൻ ഞാൻ എന്താ ഇനി പഠിക്കണ്ടേ, എക്സ്ട്രാ ഇതിന്ന് എന്ത് ഒരാളോട് സംസാരിക്കുമ്പോൾ അതൊക്കെ വരിക ചോദ്യങ്ങൾ ചോദിക്കുക ആളോട്, എങ്ങനെയാണ് ഈ പൊസിഷനിലോട്ട് എത്തിയത്, എന്താണ് പഠിച്ചത്, എന്താണ് നിങ്ങൾ എങ്ങനെയാണ് പ്രൊമോഷൻ കിട്ടിയത് എന്നൊക്കെ സംസാരിക്കുമ്പോൾ ആള് പറയും, ആളുടെ എക്സ്പീരിയൻസ് ആണല്ലോ, ആള് പറയുമ്പോൾ
നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നീ ഇതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ എന്തെങ്കിലും കോഴ്സ് പഠിക്കണമെങ്കിൽ അത് പഠിക്കാം. എന്നിട്ട് പിന്നെന്താണ്, പ്രൊമോഷന് വേണ്ടി നമ്മൾ ചിന്തിക്കുമ്പോൾ ഓൾറെഡി ഓപ്പർച്യൂണിറ്റീസ് ശ്രദ്ധയിൽപ്പെടുന്നതാണ്. അതായത് അതിന് വേണ്ട എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ വേണമെങ്കിൽ അത് നമ്മൾ ചെയ്യും. അതല്ല നല്ല ഇപ്പൊ ഇരിക്കുന്നത് നല്ല രീതിയിൽ ചെയ്യും, നല്ല മെമ്പേഴ്സ്, അതായത് നല്ല സ്റ്റാഫിനെയൊക്കെ അവർ ആദരിക്കും അല്ലെ, നല്ല സ്റ്റാഫാണ് ആള്, ഡെഡിക്കേറ്റഡ് ആണെന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലർക്ക് പ്രൊമോഷൻ കൊടുക്കുക. അപ്പോൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് കറക്റ്റ് ടൈമിംഗ് ഒക്കെ പങ്ക്ച്വാലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അവര് ആ ഒരു ക്യാരക്ടറിനെ മാനിച്ചുകൊണ്ട് ഇയാൾക്ക് ചിലപ്പോൾ പ്രൊമോഷൻ കൊടുക്കും. ഇപ്പൊ രണ്ടും മനസ്സിലായല്ലോ. അതായത് ഒരാൾ പേടിക്കുകയാണ് എന്നെ ടെർമിനേറ്റ് ചെയ്യോ, ആൾ ചിലപ്പോ എന്തെങ്കിലും മീൻസ് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ആ കമ്പനി കുറയുമ്പോൾ, ഇപ്പൊ കൊറോണയൊക്കെ പോലത്തെ സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ അവർ ആദ്യം ഇങ്ങനെ ഡെസ്പടിച്ചിരിക്കുന്നവരായിരിക്കും കളയുക. കാരണം അവർക്ക് വേണ്ടത് എനർജറ്റിക് ആയ ആളുകളായിരിക്കും. മനസ്സിലായോ? അപ്പം എന്ത് ചെയ്യാം, ഇപ്പൊ ഞാൻ ഒരു സെഷനിൽ ഇരുന്നപ്പം ആള് പറഞ്ഞു, ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ആണ് ആള് പറഞ്ഞത്, ഞാൻ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വളരെ ലോ, അതായത് കടം, വീട്ടുകാരിൽ അച്ഛനോ അമ്മയൊക്കെ ഇല്ലാത്തവര്, ഇങ്ങനെയുള്ള കുട്ടികളെ പിടിച്ച് ഞാൻ സെയിൽസിൽ ഇടുന്നു, സെയിൽസ് എടുക്കാനുണ്ട്. അപ്പൊ സെയിൽസ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ഓഫറാണ്. അൺലിമിറ്റഡ് ഓഫർ പറഞ്ഞാൽ ഞാൻ ഇന്ന് ഇരുന്നൊരു 10 അഡ്മിഷൻ എടുത്താലും ആ 10,000 രൂപയുടെ ആണെങ്കിൽ എനിക്ക് 1000 രൂപ, ഇന്ന് തന്നെ 10,000 രൂപ കിട്ടിയോ? അപ്പൊ എനിക്ക് ഇന്ന് 10,000 രൂപ ആവശ്യമില്ല, ഞാനാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇന്നിപ്പോ ഈ ഒരു സെഷൻ അവിടെ ഓഫ് ചെയ്തതിന് ശേഷം കോള് ചെയ്യാ, സംസാരിക്കുക, അഡ്മിഷൻ ക്ലോസ് ചെയ്യുക, ഈ ഒരു പ്രോസസ്സ് തന്നെ ആയിരിക്കും. ഈ ഇതിൽ തന്നെ ശ്രദ്ധിക്കുക, എനിക്ക് വേണം, എനിക്ക് ഇന്ന് 10,000 രൂപ വേണം, എന്റെ കാര്യത്തിന് 10,000 രൂപ കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ അടക്കാനുണ്ട്. അപ്പൊ ഞാൻ അതിൽ കോൺസെൻട്രേറ്റ്, ഈ ഒരു സംഭവം, അതായത് വീട്ടിൽ അച്ഛൻ മരിച്ചതോ അല്ലെങ്കിൽ അസുഖമുള്ളതൊക്കെ ഉള്ള കുട്ടികൾ ഉണ്ടാവുമല്ലോ, അവർക്ക് എന്താണ് ക്യാഷിന് ആവശ്യം ഉണ്ടാവും. അവര് ഇപ്പൊ വർക്ക് ഫ്രം ഹോം ആണെങ്കിലും അവരുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് അവർ ഇരുന്ന് വർക്ക് ചെയ്യും. മീൻസ് ഇതുവഴി രണ്ട് സംഭവം നടക്കും. ഒന്ന്, ഇവരെ ആവശ്യം നടക്കും, ഇവർക്ക് അത്യാവശ്യത്തിന് ക്യാഷ് കിട്ടും. അതുപോലെ ഇവർക്ക് എന്ത് ചെയ്യും, ഈ കമ്പനിക്കും ഗ്രോത്ത് ഉണ്ടാവും. ഒരു ഐഡിയ ആൾ ഷെയർ ചെയ്ത, അതായത് ഞാൻ ഇന്റർവ്യൂ CV അയക്കാൻ പറഞ്ഞ് 1-to-1 ആയിട്ട് ഇന്റർവ്യൂവിന് ഇരിക്കും. അപ്പൊ ഞാൻ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണ് ചോദിക്കുക. ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ആള് ലോ ആണ്, സാമ്പത്തികമായി ഒട്ടും ഇല്ല എന്ന് മനസ്സിലായ ഞാൻ ആളെ സെലക്ട് ചെയ്യും. കാരണം ഇവർ മരിച്ച് പണിയെടുക്കും എന്നാണ് ആള് പറഞ്ഞത്. അതൊരു സത്യമാണ് അല്ലെ? ഇപ്പൊ നമ്മളൊക്കെ ഒരു കംഫർട്ട് സോണിൽ പോണത്, ഇപ്പൊ നിങ്ങളിലുള്ള മെജോറിറ്റി ഒരു കംഫർട്ട് സോണിൽ പോണത്, നിങ്ങൾക്ക് അങ്ങനത്തെ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല, ഇല്ലേ? അപ്പം ഒരു റീചാർജ് ചെയ്യാൻ ഒരു 300-400 കിട്ടണില്ലെങ്കിൽ അത് കിട്ടാനുള്ള വഴി നമ്മൾ അന്വേഷിക്കൂലേ? ഇതിവിടെ ആരോ തരാനുണ്ടെങ്കിൽ അത് സുഖമായിട്ട് ഹസ്ബൻഡോ അല്ലെങ്കിൽ മക്കളോ ആരെങ്കിലൊക്കെ തരാനുണ്ടാവും. അത് നമുക്ക് ശ്രദ്ധയിൽപ്പെടില്ല. അതാണ് ആ പറയണത്. ഫിനാൻഷ്യലി ഓക്കെ ആയ ഫാമിലിയിൽ നിന്ന് വന്നവര് വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞ് നമ്മൾ ഇതിൽ ചെയ്യും. എന്നിട്ട് ഫിക്സഡ് സാലറി ഇല്ലേ, ഫിക്സഡ് സാലറി ഇല്ലേന്ന് ചോദിക്കും. കാരണം മടിച്ചിരുന്നാലും പൈസ കിട്ടണം, ഇതാണ് അവരുടെ ആവശ്യം. മറ്റവരുടെ ആവശ്യം എന്താ വെച്ചാല് 10,000 ആണ് സാലറി എങ്കിൽ എനിക്ക് ഇൻസെന്റീവ് ഇല്ലേ എന്നാ ചോദിക്കുക. അതായത് കൂടുതൽ അഡ്മിഷൻ കിട്ടിയാൽ, അഡ്മിഷൻ ഞാൻ കൊടുത്താൽ എനിക്ക് എക്സ്ട്രാ കിട്ടില്ലേ എന്നാണ് ചോദിക്കുക. കാരണം ഇവർക്ക് എക്സ്ട്രാ ആവശ്യമുണ്ട്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയാലോ. അപ്പൊ അതാണ് ആള് ഒരു ഐഡിയ ഷെയർ ചെയ്തത്. അപ്പൊ അതാണ് നമ്മൾ കംഫർട്ട് സോണിൽ ആയതുകൊണ്ടാണ് നമ്മൾ എവിടെ എത്താത്തത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ അത് ഒന്ന് ബ്രേക്ക് ചെയ്യാൻ നോക്കുക. നിങ്ങൾ എന്ത് ചെയ്യാം, ഇപ്പൊ ഇത് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് എല്ലാവരും എഴുതുന്നതായിരിക്കും. 5 കാര്യങ്ങൾ എപ്പോഴും എഴുതുക, എന്നും എഴുതുക. 5 കാര്യങ്ങൾ എഴുതാൻ പറ്റില്ലെങ്കിൽ പറയാം, ഞാനിപ്പോ പറയാറാണ്. മുമ്പൊക്കെ എഴുതി എഴുതി വന്നിരുന്നു. പിന്നെ നമുക്കൊരു ടൈം എത്തുമ്പോൾ നമുക്ക് തോന്നും എഴുതിയതിനെ റിപ്പീറ്റ് ചെയ്ത് എഴുതുകയാണല്ലോ. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ മൈൻഡിലോട്ട് വരുമ്പോൾ അത് എഴുതിയിട്ട് കാര്യമില്ല, നമ്മൾ ആ സന്തോഷത്തോടു കൂടി എഴുതും. അപ്പൊ സന്തോഷം, ഹാപ്പിനെസ് കിട്ടുമ്പോൾ, ഞാനിപ്പോ ഈ ഒരു ലാപ്ടോപ്പ് ഓൺ ചെയ്യുമ്പോഴും ഞാൻ ആ ഒരു സന്തോഷത്തില് ഹാപ്പിനെസ്സിൽ കൈവച്ചിട്ട് ഞാൻ അൽഹംദുലില്ലാ എന്ന് പറയാറുണ്ട്. കാരണം എനിക്ക് എന്റെ ഒരു ആഗ്രഹമായിരുന്നു ലാപ്ടോപ്പിൽ, എനിക്കറിയാം എന്റെ മാനിഫെസ്റ്റേഷൻ ഞാൻ എന്റെ ഫോണിലാണ് എടുക്കുന്നത്. അപ്പൊ അതിങ്ങനെ യൂട്യൂബിൽ കണ്ടപ്പോൾ എനിക്ക് ഒരു ഇഷ്ടമായില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ലാപ്ടോപ്പിൽ എടുത്താൽ കുറച്ചുകൂടി നന്നായിരിക്കും, സ്ലൈഡൊക്കെ ഷെയർ ചെയ്യാം. അപ്പൊ അത് ഓക്കെയാണ്. അപ്പൊ ഞാൻ അൽഹംദുലില്ലാ പറയണത് എന്താണ്, സന്തോഷത്തോടു കൂടിയാണ്. അതുപോലെ എല്ലാം നിങ്ങൾക്ക് എഴുതാൻ പറയാം, നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചെയ്യാം. ഓക്കെ, ഇത്രോ. അപ്പം ഈ പറഞ്ഞ തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. അതായത് നിങ്ങളെ ലക്ഷ്യം നിങ്ങൾ നേടിയതായിട്ട് കൃത്യമായിട്ട് കാണാം. അത് വിഷ്വലൈസേഷൻ എന്നുള്ള ടെക്നിക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വിഷ്വലൈസേഷൻ ടെക്നിക്ക് അറിയാത്തവരൊന്ന് നോ കമന്റ് ചെയ്യുക കേട്ടോ. വിഷ്വലൈസേഷൻ എന്താണ് എന്നറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോ എന്ന് പെട്ടെന്ന് കമന്റ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് അനിത ഡെയിലി 2 ടൈംസ് എന്ന് പറയണ, പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണോ പറയുന്നത്? ആരും മിണ്ടല്ല, അനിത പോയോ?
അപ്പോ ഇത് വിഷ്വലൈസേഷൻ പ്രാർത്ഥനയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എങ്ങനെ? പ്രാർത്ഥനയെ കുറിച്ച് ഡെയിലി കാര്യം ചെയ്യും. മോർണിംഗ് ആൻഡ് ഈവനിങ് പ്രാർത്ഥിക്കാറുണ്ടെന്നാ ആ പറഞ്ഞത്. ഓക്കെ ഓക്കെ. ഒരു റൊട്ടീൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഒന്നിനും ഈ ആവശ്യങ്ങൾക്കല്ലാതെയും ബുക്ക് എന്റെ പ്രാർത്ഥിക്കണം. കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞ ബുക്ക് എന്റെ കയ്യിലുണ്ട്, സീക്രട്ട്. ഓക്കെ, താങ്ക് യു. അപ്പം നെക്സ്റ്റ് വിഷ്വലൈസേഷൻ. ആ സമയത്തൊക്കെ നിങ്ങൾക്ക് അത് കഴിഞ്ഞ് വിഷ്വൽ ചെയ്യാം. നിങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് നിങ്ങൾക്ക് വിഷ്വൽ ചെയ്യാം. നിങ്ങളുടെ സ്വപ്ന വീട്, ബാങ്ക് ബാലൻസ്, അതുപോലെ നിങ്ങളുടെ ആരോഗ്യം, അതുപോലെ തന്നെ നിങ്ങളുടെ സക്സസ് എല്ലാം നിങ്ങൾക്ക് വിഷ്വൽ ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പൊ ഇത് ഞാൻ കൂടുതൽ പറഞ്ഞിട്ടുണ്ട്, കാരണം മെഡിറ്റേഷനിൽ ഈ രീതിയിലുള്ള മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷൻ ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം മനസ്സും നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ മനസ്സും യാഥാർത്ഥ്യവും ഒക്കെ ഒരുപോലെ, അതായത് ചിന്തിക്കുന്നത്, ഇപ്പൊ ഒരു പട്ടി നമ്മളെ കടിക്കാൻ ഓടിച്ചാൽ നമ്മൾ പട്ടിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടണം, പേപ്പട്ടിയാണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടണം എന്നുള്ള രീതിയിൽ അന്ന് ഓടാത്ത വിധത്തിൽ ശക്തി എടുത്ത് ഓടുന്നുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും അല്ലെ? അതേപോലെ നിങ്ങളുടെ മനസ്സും ശരീരവും എല്ലാം ഒരേപോലെ, അതായത് അലൈൻഡ് ആവാൻ, അലൈൻഡ് ആയാലേ നിങ്ങളുടെ സംഭവം സക്സസ് ആവുള്ളൂ. എല്ലാം, അതായത് പറയണത് ഇപ്പോ എനിക്ക് 1 lakh ഇൻകം, 1 lakh എന്ത് വരുന്നുണ്ട്, മന്ത്ലി 1 lakh ഇൻകം എന്റെ സാലറി ക്രെഡിറ്റ് ആവുന്നുണ്ട്, എന്റെ ഗൂഗിൾ പേയിൽ ഇങ്ങനെ 1 lakh ക്രെഡിറ്റ് ആവുക, അതൊക്കെ നമ്മൾ ഇങ്ങനെ സ്വപ്നം കാണും ചെയ്യാം. ഇവിടെ ആകെ 1000 ഉറുപ്പികയുള്ളൂ എന്ന് പറയും ചെയ്യുകയാണെങ്കിൽ നടക്കൂല. ആ ഒരു ട്രസ്റ്റ് ഫീൽ ചെയ്ത്, ഫെയ്ത്ത് എന്നാ പറയാം. ഫെയ്ത്ത്, നമ്മൾ ആഗ്രഹം എന്താണോ അത് നടത്തി കിട്ടുന്നു. ക്രിയേറ്റർക്ക് അതൊക്കെ നിസ്സാരാണ്. അതിനുള്ള വഴികളാള് നമ്മളെ മുമ്പിൽ കാണിച്ചു തരും എന്നുള്ള വിശ്വാസത്തോടു കൂടി, രണ്ടും ഒരേപോലെ, ഉള്ളിലത്തെ ആളും പുറത്തുനിന്ന് പറയുന്ന ആളും ഒരേപോലെ ആണെന്ന്. മീൻസ് ഉള്ളിൽ നിന്ന് ഒരാൾ വേറെ എന്തോ പറയുന്നു, എന്റെ അക്കൗണ്ടിൽ ആകെ 10,000 രൂപ, 10,000 തികച്ചില്ലല്ലോ എന്ന് പറയും ചെയ്യാണ്. ഞാൻ 1 ലക്ഷം വന്നു എന്ന് മാനിഫെസ്റ്റേഷൻ ചെയ്യണല്ലോ, അഫർമേഷൻ ഒക്കെ പറയുകയാണെങ്കിൽ അതാണ് രണ്ടും തമ്മിലുള്ള വൈരുദ്ധ്യം. അപ്പൊ നമ്മൾ ഇവിടെ ട്രസ്റ്റ് കൊടുക്കുക, ഫെയ്ത്ത് ഫെയ്ത്ത് കൊടുക്കുക, എന്നിട്ട് ഫോക്കസും കൊടുക്കുമ്പോൾ അത് ഓൾറെഡി സക്സസ് ആവും. ഓക്കെ, മനസ്സും യാഥാർത്ഥ്യവും, മൈൻഡും റിയാലിറ്റിയും ഒരുപോലെ വിഷ്വലൈസ് ചെയ്യും. ഇപ്പൊ ഒരു പ്രസന്റേഷൻ, ഞാനിപ്പോ ഒരു കാലിക്കറ്റ് ഒക്കെ ഇവന്റ്, ഇപ്പൊ ഞാൻ സാർ ഉണ്ടാകുമ്പോൾ അവിടെ നമ്മുടെ വുഡീസിൽ അറ്റൻഡ് ചെയ്തു. അപ്പൊ ഞാൻ അവിടെ നിന്നിട്ട്, ഞാൻ പിന്നെ അത് കഴിഞ്ഞൊക്കെ വീട്ടിൽ വന്നപ്പോ ഞാൻ ഇങ്ങനെ ആ ഒരു സ്റ്റേജിൽ എന്നെ നല്ല കോട്ടൊക്കെ ഇട്ട്, നല്ല കളറ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പിങ്ക് ഉണ്ട്, ഒരു ബേബി പിങ്ക് എന്നൊക്കെ പറയാം, ആ ഒരു പിങ്ക് കളറിലുള്ള ഷർട്ട്, കോട്ടൊക്കെ ഇട്ടിട്ട് ഞാൻ സംസാരിക്കുന്നു മൈക്കിൽ. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കൈയടികൾ, ഇതൊക്കെ ഞാൻ ഇങ്ങനെ വിഷ്വൽ ചെയ്യും. എനിക്ക് അത്രയും ക്ലാരിറ്റി കിട്ടിയത് അവിടെ പോയി ഞാൻ ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോഴാണ്. അപ്പം അങ്ങനെ ഒരു ക്ലാരിറ്റി, ആ കയ്യടിയുടെ ഫീല് വരെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു സെഷന്, ലൈഫിൽ ഒരുപാട് തീരുമാനങ്ങൾ എടുത്തു എന്നൊക്കെ ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ, അതിന്റെ ഹാപ്പിനെസ്, അത് കേട്ടിരിക്കുന്ന എന്റെ ഹാപ്പിനെസ് ഒക്കെ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത്ര ഫീൽ ചെയ്യാൻ പറ്റാത്തവര് അങ്ങനത്തെ ഇപ്പൊ ചാച്ചി പിട്ടിയൊക്കെ യൂസ് ചെയ്ത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന്റെ ഒരു പിക്ചർ ആദ്യം ഉണ്ടാക്കുക. ഇപ്പൊ കാറൊക്കെ ഓടിക്കാൻ ആഗ്രഹമുള്ളവർ അത് ഒരു പിക്ചർ നമുക്ക് നിങ്ങളുടെ ഫോട്ടോ തന്നെ വെച്ച് സ്റ്റിയറിംഗ് പിടിക്കുന്നതോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ചെയ്യാൻ മക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയണവരുണ്ടാവും, അവരോട് പറഞ്ഞ് ചെയ്യിപ്പിക്കാം. ആ ഒരു ഫോട്ടോ നിങ്ങളുടെ ഫോണിൽ കാണുമ്പോൾ ഓൾറെഡി ആ വിഷ്വലൈസേഷനിൽ ഈ ഒരു മൈൻഡിലോട്ട് നിങ്ങൾ വരും. മനസ്സിലായി? എനിക്കൊരു ക്ലാരിറ്റി കിട്ടിയത്, ക്ലാരിറ്റി വരെ ഒരുപാട് ഇവന്റുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇവന്റുകളിൽ ഞാൻ എന്നെ തന്നെ അവിടെ റീപ്ലേസ് ചെയ്യും. അപ്പൊ എനിക്ക് ഉറപ്പാണ് ഒരു ഒരു 1 ഇയറിനുള്ളിൽ തന്നെ അങ്ങനെ ഒരു അത് റിയാലിറ്റി ആവും എന്നുള്ളത്. മനസ്സിലായോ? ഒരു ടൈം ഉണ്ട്, അല്ലെ പെട്ടെന്നൊന്നും ഒരു ഗ്രോത്തും സക്സസും നമ്മുടെ ലൈഫിലോട്ട് വരില്ല. എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ, അതുപോലെ. അപ്പൊ അതാണ് നിങ്ങളോട് ഓരോരുത്തരും, നിങ്ങൾക്ക് എന്താണ് ഡിഫറെന്റ് ഡ്രീമും ഗോളൊക്കെ ആയിരിക്കും അല്ലെ? അപ്പൊ അത് വിഷ്വൽ ചെയ്യാട്ടോ, അത് നല്ലൊരു ടെക്നിക്കാണ്, നടക്കും. അപ്പൊ പിന്നെ ഈ ഒരു ഇതിലുള്ള തെറ്റിദ്ധാരണ, ഈ ഒരു ബുക്ക് വായിക്കുമ്പോൾ ചിലർ പറയും, ആ വെറുതെ ഇരുന്ന് പണിയെടുക്കാതെ പൈസ ഉണ്ടാക്കും എന്നൊക്കെ പറയാണ്, അത് മടിയന്മാരുടെയാണ്. ഇതല്ല, ശരിക്കും കുറെ മിത്തുകളുണ്ട്. വെറുതെ ചിന്തിച്ചിരുന്ന് സ്വപ്നം കണ്ടിരുന്ന്, ഇപ്പൊ ഈ വിഷ്വൽ ചെയ്യാന്ന് പറയുന്നത് സ്വപ്നം കാണാനല്ല. നമ്മൾ പണ്ടും പകൽ സ്വപ്നം ദിവാസ്വപ്നം ഒക്കെ കണ്ടിരിക്കും. ക്ലാസ്സിലൊക്കെ ഇരുന്നിട്ട് ടീച്ചേഴ്സ് ചോദിക്കില്ലേ, ഏത് ലോകത്തായിരിക്കണേന്ന് ചോദിക്കും. ക്ലാസ്സിലിരുന്നും പല വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും സ്വപ്നം കണ്ടിരിക്കും. അപ്പം ഈ മിത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിന്തിച്ചു കഴിഞ്ഞാൽ മാത്രം മതി നടക്കും എന്ന് പറയണില്ല. ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇമോഷൻസ് വരും. നല്ല ചിന്തകൾ വരുമ്പോ, ഇപ്പൊ എനിക്ക് ഈ സ്റ്റേജിന്റെ പെർഫോമൻസിനെ കുറിച്ച് ഇപ്പൊ പറയുമ്പോ തന്നെ എനിക്ക് സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ആക്ഷൻ എടുക്കും ഇല്ലേ? അതിന് വേണ്ട ആക്ഷൻസ് ഞാൻ ഇപ്പൊ ഷെബിർ സാറൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, നമുക്കൊരു 3 മാസം കൂടുമ്പോഴെങ്കിലും ഒരു ഓഫ്ലൈൻ ഇവന്റ് നടത്തണം, എല്ലാവരുമായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ അതൊരു രസമാണല്ലോ. അപ്പം അതിൽ ഞങ്ങൾക്ക് സംസാരിക്കാൻ ചാൻസ് തരണം. നമ്മൾ ആക്ഷൻ എടുക്കുകയാണ് അവരോട്, അപ്പൊ അവരത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിളിക്കും. നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞാലല്ലേ അവർക്ക് അറിയുള്ളൂ, നമ്മൾ ഉള്ളിൽ വെച്ച് കിടന്നാൽ അറിയില്ലല്ലോ.
അപ്പൊ അതിന് റിസൾട്ട് ഉണ്ടാവും. ഇതേപോലെയാണ് നിങ്ങളുടെ ഇപ്പോൾ നിങ്ങളുടെ തോട്ട്സിനനുസരിച്ച് നിങ്ങൾക്ക് ഇമോഷൻ കിട്ടും. ഇമോഷൻ വരുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നല്ല ആക്ഷൻസ് എടുക്കും. മനസ്സിലായോ? ഇതല്ലാതെ തെറ്റിദ്ധാരണ, മിത്ത് എന്ന് പറയുന്നത് എല്ലാരും പറയാ ചിന്തിച്ചിരുന്നാ പൊക്കെ നടക്കുന്ന, പിന്നെ ഒന്നും ഒരു പണിയും ചെയ്യേണ്ട, അവിടെ ഇരുന്ന് ചിന്തിച്ചോ എന്ന് പറയും. അപ്പൊ എൻ്റെ ഒരു ഉം, വയനാട്ടിലുള്ള ഒരു ഫ്രണ്ടിന് ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോ അവളെ ഹസ്ബൻഡ് കടയാണ്, ടെക്സ്റ്റൈൽസ് ആണ്. അപ്പൊ ആള് പറഞ്ഞ ഇനി ഞാൻ ടെക്സ്റ്റൈൽസ് ഒന്നും പോണില്ല, ഇവിടെ ഒരു ബുക്കും പേനയും എടുത്ത് മാനിഫെസ്റ്റേഷൻ ജേണൽ എഴുതിയിരിക്കാം, കിട്ടുമോ നോക്കട്ടെ എന്ന് പറഞ്ഞു. അതായത് മാനിഫെസ്റ്റേഷനെ കുറിച്ച് വളരെ കുറച്ച് മാത്രമേ അറിയൂമെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരൊരു ഗ്രോത്തും ഉണ്ടാവില്ല. ആ ഒരു കടയായിട്ട് ആൾക്ക് മരിക്കോളം ആ ഒരു കട മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സമയം എനിക്ക് ഇതുപോലെ ഒരു 10 കടകൾ വേണം, അതിന് ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞാല് ആൾക്ക് അതിനുള്ള തോട്ടുകൾ അയാളുടെ ഉള്ളിലോട്ട് വരും. അയാൾക്ക് ഫ്രാഞ്ചൈസി ക്രിയേറ്റ് ചെയ്യാൻ നല്ല ആളുകൾ, നമുക്ക് ഇതിന്റെ ഒരു ഫ്രാഞ്ചൈസി ഇപ്പൊ വയനാടുള്ളതല്ലേ, കോഴിക്കോടും കൂടെ ഇട്ടാലോ, കോഴിക്കോട് നല്ല സ്ഥലമാണ്, അല്ലെങ്കിൽ മലപ്പുറത്ത് ഇട്ടാലോ എന്ന് പറയുമ്പോൾ കണക്റ്റഡ് ആവും, അവർ ചെയ്യും. ഇല്ലേ? ചിലപ്പോ ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, യൂസുഫ് അലിയുടെ ഒക്കെ കഥ കൂടുതൽ പറയണ്ട, തൃശ്ശൂർക്കാരനല്ലേ, ഒരു മലയാളിയാണ്. ബാക്കിയുള്ളവരൊക്കെ മലയാളികൾ അത്ര ഇതില്ല, പക്ഷെ നമുക്കത് അത്ര ആളത്ര കഷ്ടപ്പെട്ടായിരിക്കും ഒരു ഷോപ്പൊക്കെ തുടങ്ങിയത്. അപ്പം അതുപോലെ നമ്മളും നമ്മളെ ആ ലെവലിലോട്ട്, ഹൈ ലെവലിലോട്ട്, ഹൈ എനർജിയിലോട്ട് കൊണ്ടുവരാം. പിന്നെ ചിലർ പറയണാണ് മാജിക് പോലെ വല്ലതും ഒക്കെ സംഭവിക്കും. എല്ലാം ഒന്നും ഒരുപോലെ സംഭവിക്കൂല. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ എന്താ പറയാ, ചക്ക വീണപ്പോ മുയൽ ചത്തു എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ എന്തേ നടക്കുള്ളൂ. ഇതും ഒരു മിത്താണ്. അതൊരു മാജിക് ഒന്നുമല്ല. ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് ഒന്നും നടക്കൂല. നമ്മൾ എന്ത് ചെയ്യും, അതിൽ ഫോക്കസ് കൊടുക്കും. നമുക്കൊരു ആഗ്രഹം എഴുതുമ്പോൾ അത് ഫോക്കസ് കൊടുക്കും, അതിന് ക്ലാരിറ്റി കിട്ടും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എന്താണ് ജോലിയാണെങ്കിൽ എന്ത് ജോലി, എത്ര സാലറി, എവിടെ, എവിടെ ജോലി ചെയ്യണം, ഒക്കെ ഒരു ക്ലാരിറ്റി നമ്മുടെ ഉള്ളിൽ കൊടുക്കുമ്പോൾ കണക്റ്റ് ആവും ആളുകളുമായിട്ട്. നമ്മൾ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യും, അതിനനുസരിച്ച് ആക്ഷൻസ് എടുത്തുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? ആക്ഷൻസ് ഇപ്പൊ ഞാനിപ്പോ മുമ്പൊക്കെ നിങ്ങളോട് പറഞ്ഞിരുന്നതാണ്, വീഡിയോ എടുക്കുമ്പോ എനിക്ക് ബ്ലാങ്ക് ആവും. മറ്റേ നമ്മുടെ നിവിൻ പോളി പറയുന്ന പോലെ അവളെ കണ്ട തട്ടോട്ടത് കണ്ട ചുറ്റുള്ളതൊന്നും കാണില്ല പറഞ്ഞ പോലെ, ആ വീഡിയോ കാണുമ്പോ എനിക്കിപ്പോ ഞാൻ ഈ പറയണ ഞാനല്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ വന്നവരുടെ മുമ്പ് ഞങ്ങൾ സ്റ്റുഡിയോയിലെടുത്ത എനിക്ക് ഇതേപോലെ ഞാനിങ്ങനെ ഭയങ്കര കഷ്ടപ്പെട്ടാണ് അരി പെറുക്കുക, ഇന്നസെന്റ് അരി പെറുക്കിയ പോലെയാണ് ഞാൻ വീഡിയോ എടുത്തിരുന്നത്. അതായത് കട്ടാക്കും, തെറ്റ് പറയും, കട്ടാവും, പിന്നെ എടുക്കും, പിന്നെ എടുക്കും, അങ്ങനെയാണ് ടേക്ക് എടുത്തെടുത്താണ് അത് കഷ്ടപ്പെട്ടാണ് ആദ്യത്തെ കുറച്ച് ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ ഞാൻ പിന്നെ എടുക്കാൻ വന്നവരോട് ഞാൻ പറഞ്ഞു എന്റെ പ്രോബ്ലം ഇതാണ്, എനിക്ക് ഇങ്ങനെ, അതെന്റെ വീക്ക്നെസ് ആണ്. അതായത് ആ ഫോൺ ഒരു മെറ്റീരിയൽ ആണല്ലോ, ആ ഒരു മെറ്റീരിയലിനോട് ഇങ്ങനെ നോക്കി പറയുമ്പോ എന്തോ ഉള്ളിലുള്ളതൊന്നും വരുന്നില്ല, നാച്ചുറൽ ആയിട്ട് വരുന്നില്ല. പോലെ വാർത്തയൊക്കെ വായിക്കണ പോലെ ഷെബിസാറ് വെച്ച് നാപ്റ്റോൾ എന്ന് പറഞ്ഞിട്ട് ടി വിയിൽ പരസ്യം പറയില്ല, അതാണോ എന്ന് ചോദിച്ചു. അപ്പം അതുപോലെ ആണ് എന്ന് പറഞ്ഞപ്പോ ഇവര് പറഞ്ഞു ഞങ്ങൾ ചായ കുടിക്കുക, ചായ കുടിക്കുമ്പോഴാണ് കഫേ ഇതിൽ ഇരുന്നിരുന്ന ഷോപ്പിൽ നിന്ന് ചായ കുടിക്കുമ്പോഴാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പൊ ഇപ്പുറത്തെ വീഡിയോ എടുക്കുന്ന ആളുണ്ട്, അപ്പുറത്തെ ആളുടെ വൈഫുണ്ട്. അപ്പൊ ഞാൻ ഈ വൈഫ് എന്നോട് ചോദിച്ചു നെക്സ്റ്റ് കണ്ടന്റ് എന്തിനെ കുറിച്ചാ പറയണേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു കൺസിസ്റ്റൻസി ആണ്. കൺസിസ്റ്റൻസിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ആർക്കും ഇല്ലാത്തൊരു സംഭവം, ആളുകൾ സക്സസ് ആവാൻ ഇല്ലാത്ത മെയിൻ കാരണം ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്തതാണ്. കാരണം നിങ്ങളെ വൈ ക്ലിയർ അല്ലാത്തതുകൊണ്ട് എന്തിനത് ചെയ്യണം, ഞാൻ എന്തിനിപ്പോ ഈ പണി ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനു പഠിക്കണം, എന്തിനാ പഠിക്കണേ ചോദിക്കൂല. അതേപോലെ എന്തിനു പഠിക്കണം എന്നുള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ കറക്റ്റ് അല്ല അതിന് ആൻസർ എങ്കിൽ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി കിട്ടൂല. ആ സമയം നിങ്ങളുടെ ഉള്ളിൽ ഇപ്പൊ ഫാമിലിയിലും ബെറ്റർ അല്ല, ഫാമിലി ഭയങ്കര സ്ട്രഗിൾ ആണ്. അപ്പൊ ഞാൻ പഠിച്ച് നല്ലൊരു പൊസിഷനിൽ എത്തിയിട്ട് വേണം എനിക്ക് എന്റെ ഫാമിലിയെ ഹെൽപ്പ് ചെയ്യാൻ എന്നുള്ള ഇന്റൻഷനോട് കൂടിയാണെങ്കിൽ കൺസിസ്റ്റന്റ് ആക്ഷൻ വരും. ഡെയിലി പഠിക്കും, ഡെയിലി അതിന് വേണ്ട കോഴ്സുകൾ സെർച്ച് ചെയ്യും, എവിടെ ഫോൺ കിട്ടിയാൽ പോലും അതിനെ കുറിച്ചേ ചിന്തിക്കുള്ളൂ, അല്ല വെറുതെ റീൽസ് കാണൂല. അപ്പൊ നമ്മുടെ വൈ ക്ലിയർ ആവണം, നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ചോദ്യം, നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം, എന്തിനിത് ചെയ്യുന്നു, എന്ത് ജോലിയാണെങ്കിലും ഇത് എന്തിനു ചെയ്യുന്നു എന്നുള്ളതിന് ഉത്തരം ക്ലിയർ ആവണം. എന്നാലേ ഇതാവുന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയാം, ഗ്ലാമികങ്ങളുടെ ഉദാഹരണമൊക്കെ എടുത്ത് പറയാം. അപ്പൊ ഇവര് പറഞ്ഞു കൊള്ളാലോ, നല്ല സൗണ്ടില് ഇപ്പുറത്തുള്ള ആളോട് ഞാൻ പറയുന്നു, അവിടെ ക്യാമറ ഇല്ല. അപ്പൊ ആള് പറഞ്ഞു എന്നാ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ എടുക്കാം. എനിക്ക് ഒരാളോട് സംസാരിക്കാൻ ഒരു കുഴപ്പമില്ല, എന്തും ഓർത്ത് പറഞ്ഞ് കിട്ടണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഇങ്ങനെ എടുത്തോ, നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചോ, ഞാൻ ഷൂട്ട് ചെയ്യാം. പിന്നെ ആളുകളെ ഷൂട്ട് ചെയ്ത് എന്റെ ഒരു ആ ആളും ആ പറഞ്ഞ ആളും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, അത് ലാസ്റ്റ് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. അത് എന്റെ ഇൻസ്റ്റാ പേജിൽ കണ്ടിരുന്നോ നിങ്ങള്? നമ്മുടെ സ്കൈലറിന്റെ ഒക്കെ പേജിലുണ്ട്, ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. കണ്ടിരുന്നോ ഇല്ലേ? ഇല്ലെങ്കിൽ നമ്മുടെ സ്കെയിലറിന്റെ പേജ് പോയി ഒന്ന് നോക്കാം. അതായത് അതിൽ ഞാൻ സ്റ്റുഡിയോ വീഡിയോന്റെ മുമ്പിൽ, അതായത് ഒരു ക്യാമറ വീഡിയോഗ്രാഫറെ മുമ്പിൽ നിന്ന് പറഞ്ഞൊരു വീഡിയോയും അതുപോലെ തന്നെ ഒരാളോട് സംസാരിക്കുന്ന ഒരു വീഡിയോയും ഉണ്ട്. രണ്ടും തമ്മിലുള്ള ചേഞ്ച് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും. മനസ്സിലായോ? അപ്പൊ നമ്മുടെ വീക്ക്നെസ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തിനാ? വീക്ക്നെസ്
നമുക്ക് മനസ്സിലാക്കി അതിന് എന്തെങ്കിലും ഒരു വേറെ ഓപ്ഷൻ കണ്ടെത്താൻ, ഒന്നെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ, അതല്ലെങ്കിൽ അത് വേറെ അതിന് നല്ലൊരു ഓപ്ഷൻ അപ്പുറത്ത് കിടപ്പുണ്ടാവാം. ഈ ഒരു രണ്ടാമത്തെ വീഡിയോ വന്നപ്പോൾ ഒരുപാട് പേര് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞിരുന്നു നല്ല ചേഞ്ച് ഉണ്ടല്ലോ, ഇത് എന്താ സംഭവം, എങ്ങനെയാണ്, എവിടുന്നാണ് ഷൂട്ട് ചെയ്ത്, ആരാണ് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയുന്നു. മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ള ഒരു ഇത് എന്റെ ലൈഫിൽ ഉണ്ടായി. മീൻസ് നമ്മള് വെറുതെ മാജിക് ആയിട്ട് ഒന്നും നടക്കൂല. ഞാനപ്പോ അതിൽ മാത്രം ഫോക്കസ്, എന്റെ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം, അതിൽ മാത്രം ഫോക്കസ് ചെയ്തത് കൊണ്ട് അത് ബെറ്റർ ആക്കാൻ എനിക്ക് പറ്റി. മനസ്സിലായോ? ഇതേപോലെ നിങ്ങൾ മാജിക് ആയിട്ടല്ല നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുക. അപ്പം നിങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യാം, എനിക്ക് എന്റെ ഓർമ്മയിലുണ്ട് വീഡിയോ എടുക്കാൻ പറ്റാതെ ഞാൻ ഡെസ്പായിട്ട് ഇരിക്കുന്ന സമയത്ത് പിന്നെ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂല എന്ന് വരെ സാർ പറഞ്ഞു. ഇങ്ങനെ അതായത് ആളുകളിലോട്ട് എത്തണമെങ്കിൽ നമുക്ക് വീഡിയോ തന്നെ ചെയ്യണമല്ലോ, ഒരുപാട് വീഡിയോസ്, പ്രൊമോഷൻ വീഡിയോ, കണ്ടന്റ്. ഇപ്പൊ ഷാഫി സാറൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഒരുപാട് കാലമായി ചെയ്യും. അപ്പൊ ഇതും എനിക്ക് ആവശ്യമാണ്. ക്ലാസ് എടുക്കുക അല്ലെങ്കിൽ ഇവന്റിൽ പോയി സംസാരിച്ചാൽ പോരാ, വീഡിയോന്റെ മുമ്പിലും സംസാരിക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് മെഡിറ്റേഷനൊക്കെ ആള് തന്നിരുന്നു, അതിന് യൂസ് ആയ ഒരു മെഡിറ്റേഷനൊക്കെ. പക്ഷെ എന്താന്ന് എനിക്കറിയില്ല എന്റെ പ്രോബ്ലം. പക്ഷെ ആ ഒരു റൂട്ട് കോസ് കണ്ടെത്തിയാൽ എനിക്ക് ചിലപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ പറ്റുമായിരിക്കാം. റൂട്ട് കോസ് വരെ കണ്ടെത്തണമെങ്കിൽ നമുക്ക് കുറച്ച് ടൈം എടുക്കുമല്ലോ. പക്ഷെ ഇതൊന്ന് ചേഞ്ച് ചെയ്തപ്പോൾ അടിപൊളിയായി. അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് പോയി കാണാം കേട്ടോ. സ്കെയിലറിന്റെ പേജിലോ ഷാഫി സാറിന്റെ പേജിലൊക്കെ പോയാലും കാണാൻ പറ്റും. എന്റെ പേജും ഉണ്ട്, CP ഷഹനാസ് എന്നുള്ള ഒരു പേജ്, അതിലാണെങ്കിലും കാണാൻ പറ്റും. എന്റെ എല്ലാ വീഡിയോസും കാണാൻ പറ്റും. ഓക്കെ, ഇൻസ്റ്റ ഉള്ളവരൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ മാജിക് അല്ല, നമ്മൾ അതിൽ ഫോക്കസ് കൊടുക്കുന്നു, അതിന് ക്ലാരിറ്റി കിട്ടുന്നു, പോസിറ്റീവ് മൈൻഡ് സെറ്റും കൺസിസ്റ്റന്റ് ആക്ഷൻസും, അതോടുകൂടെ കറക്റ്റ് ചേഞ്ച് വരുന്നു. ഓക്കെ, നെഗറ്റീവ് തോട്ട് വന്നാൽ എല്ലാം നശിക്കും നമ്മളിങ്ങനെ പറയുന്നുണ്ട് അല്ലെ. അപ്പം നിങ്ങൾക്ക് പേടിയാ കടം, അയ്യോ ഞാൻ കടം വീടണേന്നാണല്ലോ പ്രാർത്ഥിച്ചേ. ഇത് വേണ്ട. ഇത് ഒരു നെഗറ്റീവ് തോട്ട് വന്നു വെച്ച് അയ്യോ ഇനി കടം വരുമോ, അത് വേണ്ട. മീൻസ് എല്ലാവർക്കും നെഗറ്റീവ് തോട്ട് വരും. ഇപ്പൊ നമ്മൾ പഠിച്ചതില് സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും ഉണ്ട്. പിന്നെ ഒരു ദിവസം 6000 മുതൽ 50,000 വരെ ചിന്തകൾ വരുന്നുണ്ട്. ഇതിലും മെജോറിറ്റി നെഗറ്റീവ് ചിന്തകളായിരിക്കും എല്ലാവർക്കും. ഈ പറഞ്ഞ എനിക്കും നിങ്ങൾക്കും ഒക്കെ എന്താണ് നെഗറ്റീവ് ചിന്തകൾ വരും, റിപ്പീറ്റ് ചെയ്ത് വരും. എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ടെൻഷൻ അടിച്ചാണ് ഇരിക്കണമെങ്കിൽ പ്രത്യേകിച്ച് നെഗറ്റീവ് ചിന്തകളെ വരുള്ളൂ. ഇപ്പൊ എനിക്ക് എന്റെ മോളെ ബൈക്കിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവരൊരു ടൈം കഴിഞ്ഞപ്പോ വരുന്നില്ല. മീൻസ് പിന്നെ സ്കൂളിലോട്ടാണ് കേട്ടോ കൊണ്ടുപോയത്. അപ്പൊ ഒരു ടൈം കഴിഞ്ഞാൽ ആ പോയ ആൾ തിരിച്ചു വരണല്ലോ, ആള് വരുന്നില്ല. എനിക്ക് ഭയങ്കര നെഗറ്റീവ് ചിന്തകൾ വന്നേ, പോയിട്ട് അവിടെ എത്തിയില്ലേ, എന്ത് പറ്റി, അതായത് എന്തെങ്കിലും ആക്സിഡന്റ് അങ്ങനെയൊക്കെയാണല്ലോ നമുക്ക് വരിക. ഇങ്ങനെ ചിന്ത വന്ന് ഞാൻ കോൾ എടുത്തു. നമുക്ക് ഫോൺ ഉണ്ട്, കോൾ ചെയ്ത്, അപ്പൊ ആളെന്താ വെച്ചാൽ അതുവഴി വേറെ എങ്ങോട്ടോ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയിരിക്കും. എന്നാ എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പറയാ നെഗറ്റീവ് ചിന്തകൾ വരും. ഓൾറെഡി ഇവര് പോയി ആ ഒരു 10 മിനിറ്റിൽ തിരിച്ചു വരേണ്ട ആളാണ്, എന്നിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ആളാണ്. പക്ഷെ ആള് വരാത്തതുകൊണ്ട് എന്റെ ഉള്ളിൽ നല്ല ചിന്ത വരുന്നില്ല. ആള് വരുന്നെങ്കിൽ ആവശ്യത്തിന്, അല്ലെങ്കിൽ ആരെങ്കിലും ഫ്രണ്ട്സിനെ കണ്ട് സംസാരിക്കായിരിക്കും. ഇങ്ങനെ നല്ല ചിന്തകളൊന്നും വരൂല. അപ്പൊ എന്താ വരുള്ളൂ, ഓ മഴ പെയ്യാനായിരുന്നു, അപ്പൊ മഴ പെയ്യുന്നതിന് മുമ്പ് വീടെത്തണം എന്നൊക്കെ വിചാരിച്ച് ചിലപ്പോൾ സ്പീഡിൽ ഓടിച്ചോ, വണ്ടി മറിഞ്ഞോ, ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും ചിന്തിക്കുള്ളൂ. ഈ ഒരു നെഗറ്റീവ് ചിന്ത ഒന്നും വെച്ചിട്ട് അതേപോലെ സംഭവിക്കണം എന്നില്ല. നമ്മൾ വേഗം പോസിറ്റീവിലേക്ക് മാറ്റുക. ഞാൻ അപ്പൊ തന്നെ കോൾ ചെയ്തു. ആ ചിന്ത മാറ്റണമെങ്കിൽ എനിക്ക് എന്ത് വേണം, ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓക്കെ, ആള് പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ ഓക്കെ. ആ സമയം ഞാൻ വെറുതെ ചിന്തിച്ചിങ്ങനെ ഇരിക്കുക. ഞാൻ ഇപ്പൊ ആലോചിക്കട്ടെ, ഇപ്പൊ മൊബൈൽ ഫോൺ ഉണ്ട്. പണ്ടത്തേക്ക് അവസ്ഥ നമുക്ക് അറിയാലോ, ഒരു ആള് പോയ കത്തയക്കണം പിന്നെ ആളെ കുറിച്ച് അറിയണമെങ്കിൽ. അപ്പൊ അന്നത്തെ കാലഘട്ടം ഒന്നുമല്ല നമ്മുടെ ഈ ഒരു ഇത് നമ്മൾ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാം. എല്ലാവർക്കും വരും, എല്ലാവർക്കും ഈ പറയണ എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഒക്കെ വരും. നിങ്ങൾക്കൊക്കെ ഇതിനെ കുറിച്ച് അറിയെങ്കിലും നെഗറ്റീവ് തോട്ട്സ് വരും. ഒരു നെഗറ്റീവ് തോട്ട്സ് വന്നു വെച്ചാൽ അതന്നെ ചിന്തിച്ചിരിക്കേണ്ട, അത് സംഭവിക്കും എന്ന് പറയണ്ട. മീൻസ് അപ്പൊ തന്നെ അതിനെ റീഫ്രെയിം ചെയ്യും, അതിന് നേരെ പോസിറ്റീവായിട്ട് മാറ്റാം. ഓക്കെ, ഇനി വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, നോക്കട്ടെ, 7:30 ഓക്കെ. അപ്പൊ ഇതന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ചിന്തകള്, ഇമോഷൻസ്, പ്രവൃത്തി, ദെൻ ഫലം. ഓക്കെ, പിന്നെ നിങ്ങളുടെ ജേണൽ എഴുതുമ്പോൾ മാനിഫെസ്റ്റേഷനും ആഗ്രഹങ്ങളൊക്കെ ഇപ്പൊ ഇതില് ഡ്രൈവിംഗ് ഒക്കെ ആഗ്രഹമുള്ളവരുണ്ട്, കുറെ ആഗ്രഹങ്ങൾ പലതും ഉള്ളവരുണ്ട് അല്ലെ. അപ്പം അങ്ങനെയുള്ളവര് അതിനൊരു ടൈം കണ്ടെത്തുക. മീൻസ് മാനിഫെസ്റ്റേഷൻ എഴുതുമ്പോൾ 369 ടെക്നിക്ക് എന്ന് പറയും. ഏറ്റവും യൂസ്ഫുൾ ആയ ടെക്നിക്കുമാണ്, എപ്പോഴും നമ്മൾ ഓർക്കുന്നതാണ്. ഇത് രാവിലെ മോർണിംഗിൽ എഴുതാം 3 തവണ, ഉച്ചയ്ക്ക് എഴുതാം 6 തവണ, രാത്രി എഴുതാം 9 തവണ. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എന്നും എഴുതാം. ഇത് അച്ചീവ് ചെയ്യണവരെ എഴുതാം. അപ്പൊ നിങ്ങൾക്ക് എന്താ വെച്ചാല് രാവിലെ ഇപ്പൊ നിങ്ങൾ എഴുതി വെച്ചാല്
അതോടുകൂടി അതങ്ങനെ വിട്ടു. പിന്നെ നമ്മൾ മൈൻഡിക്ക് വരണില്ല. പക്ഷെ ഉച്ചതിരിഞ്ഞ് എഴുതുമ്പോൾ ഉച്ചക്കും അതൊന്ന് ഓർത്തു, അതിനെക്കുറിച്ച് ചിന്തിച്ചു, അതിനെപ്പറ്റി ആളുകളോട് ആരോടെങ്കിലും ഡിസ്കസ് ചെയ്തു. വൈകുന്നേരം രാത്രി കിടക്കാൻ നേരത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കും പോയി അല്ലേ. അപ്പൊ ഈ രീതിയിൽ ഒരുപാട് എഴുതുന്നുണ്ട്. രാവിലെ 3-3-6-9 ടെക്നിക്ക് എന്ന് പറയും മാനിഫെസ്റ്റേഷന്റെ. അപ്പം അത് ചെയ്യാം. അത് എന്ത് വേണേലും ഇപ്പൊ പോസിറ്റീവായിട്ട് അഫർമേഷൻ ആണ് എഴുതാം, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം. അതിൽ ലക്ഷ്യങ്ങൾ വിഷ്വൽ ചെയ്യുകയാണെങ്കിൽ അതും ചെയ്യാം. എഴുതണില്ല, എഴുതാൻ പറ്റിയ സമയം സ്ഥലത്തൊന്നുമല്ല, ബസ്സിലൊക്കെയാണ് ഇരിക്കണമെങ്കിൽ വിഷ്വൽ ചെയ്യാം. മനസ്സിലായി? അല്ലെങ്കിൽ ഹാർട്ടിൽ കൈവച്ച് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം, അഫർമേഷൻ പറയാം. ഇല്ലേ, ഞാൻ കോൺഫിഡന്റ് ആണ്, ഞാനൊരു എക്സ്പെർട്ട് ഡ്രൈവറാണ്, ഞാനൊരു അടിപൊളിയാണ്, ഞാൻ മികച്ച ഡ്രൈവറാവും, ഞാൻ ഡ്രൈവ് ചെയ്ത് എല്ലായിടത്തും കറങ്ങും, എനിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ ഞാൻ പോകും, ഷോപ്പിങ്ങിന് പോകും, പിന്നെ ലുലുമാളിൽ പോവും. അല്ലേ, എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതൊക്കെ പറഞ്ഞോ, ഒക്കെ നടക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. ഇത് പിന്നെ കുറെ അഫർമേഷൻ ആണ്, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും. ടൈം ഇല്ലാത്തതുകൊണ്ടാട്ടോ. ഒരുപാട് അഫർമേഷൻ, അത് ഇപ്പൊ ഇത് പറഞ്ഞ അഫർമേഷൻ അല്ല വേണ്ടേ, നിങ്ങൾക്ക് നിങ്ങളുടേതായ അഫർമേഷൻ നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ സംസാരിക്കുന്ന. മലപ്പുറംകാർക്ക് ഒരു സ്ലാഗ് ആണ്, കാലിക്കറ്റിന് ഒരു സ്ലാഗ് ആണ്, എറണാകുളം വേറൊരു സ്ലാഗ് ആണ്, അല്ലെ, പാലക്കാട് വേറൊരു സ്ലാഗ്. ആ നിങ്ങൾ പറയുന്ന സ്ലാഗിൽ, അല്ലാതെ ഇതിൽ പറഞ്ഞ പോലെ എന്നിൽ അനന്തമായ സാധ്യതകളുണ്ട് എന്നൊന്നും പറയണ്ട. ഞാന് ഭയങ്കര സംഭവമാണ് അല്ലേ. പണ്ടൊക്കെ ആളുകൾ പറയും ഞാൻ വലിയ സംഭവം, അത് പറഞ്ഞോ, സംഭവം ആവും. അതേപോലെ നിങ്ങളുടെ കൊളോക്കിയൽ ലാംഗ്വേജിൽ നിങ്ങൾ എപ്പോഴും പറയുന്ന ഭാഷയിൽ തന്നെ പറയും. ഓക്കെ, നിങ്ങൾ ജീവിച്ച ചുറ്റുപാടായിട്ട് അത് ഭയങ്കര കണക്റ്റഡ് ആയിരിക്കും. ഞാൻ മെച്ചപ്പെടുന്നത്, ഞാൻ ഓരോ ടൈം ഓരോ ദിവസവും ഇമ്പ്രൂവ് ആവുന്നുണ്ട് എന്നൊക്കെ പറയാം. അപ്പോൾ ഇതിന് കൂടുതൽ വിശദീകരിക്കുന്നില്ല, 7:30 കട്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. അതായത് നിങ്ങളെ ചിന്തകൾ എത്ര ഇതിന് ഈ ബുക്കിൽ കാര്യമായിട്ട് പറയുന്നത് നിങ്ങളുടെ ചിന്തകള് നിങ്ങളുടെ ഭാവിയിലുള്ള വിത്തുകൾ, അതായത് നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴുള്ള ചിന്തകളാണ്. പല നെഗറ്റീവ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്ട് ചെയ്ത് വരുത്തിയതായിരിക്കാം. ഇനി പല നല്ല കാര്യങ്ങളും എന്തേ, ഞാനിപ്പോ ഈ നിങ്ങളെ സ്കൈലറിൽ വരുന്നതും എനിക്ക് നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ പറ്റണതും നല്ല ഇതൊക്കെ ഞാൻ മുമ്പ് സ്കൈലറിൽ വരുന്നത് ഞാൻ ഇമാജിൻ ചെയ്തില്ല. ഒരു ബെറ്റർ ഓപ്ഷൻ ഞാൻ ചിന്തിച്ചിരുന്നു. സ്കെയിലറിന് കറക്റ്റ് ഒരു ഇത് കൊടുക്കാൻ നമുക്ക് പറ്റൂലല്ലോ. നമ്മൾ എന്താ വിചാരിക്കുക, നമ്മളിപ്പോൾ ഉള്ളതിനേക്കാൾ ഒരു ബെറ്റർ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വേണം എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിച്ചിരുന്നു. അപ്പൊ അത് ഓൾറെഡി വന്നു, ഞാൻ പോലും വിചാരിക്കാത്ത രീതിയിൽ എന്നിലോട്ട് വന്നു. അതുപോലെ തന്നെ ഇപ്പൊ ലാപ്ടോപ്പ് ആണെങ്കിലും ഒക്കെ ഞാൻ ചിന്തിച്ചതിന്റെ ഫലമാണ് എൻ്റെ കയ്യിലുള്ളത്. ഓക്കെ, അതുപോലെ നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ അറ്റൻഷനും നിങ്ങളുടെ ശ്രദ്ധയും നിങ്ങളുടെ എനർജിയും ഒക്കെ എവിടെയാണോ കൊടുക്കുന്നത്, അവിടേക്ക് റിസൾട്ട് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഒരു കാര്യത്തിൽ, ഞാൻ പറഞ്ഞ അവിയല് പോലെ കുറേ കാര്യങ്ങൾ കുറേ ഇതുണ്ട്, സ്വപ്നങ്ങളുണ്ട്, അതല്ല, ഏതെങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്യും. മനസ്സിലായോ? ഒന്നിൽ ഫോക്കസ് ചെയ്യുക. അവിടെ ഒരു ഇപ്പൊ ഒരു ബിസിനസ്, ഒരു കടയിട്ടു, ഒരു സ്റ്റേഷനറി കടയോ ഫ്രൂട്ട്സോ കൂൾബാറോ ഒരു കടയിട്ടു. നിങ്ങൾ അപ്പുറത്ത് ഒരു കട വരുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കുകയല്ല വേണ്ടേ. അപ്പുറത്തും കട വന്നു, സെയിം കട വന്നു, എന്റെ കച്ചവടം കുറയും, എന്റെ ബിസിനസ് പൂട്ടുമോ എന്ന് ഇവിടെ കടന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എനർജി ഫ്ലോ ആയി നിങ്ങൾ കസ്റ്റമേഴ്സിനോട് പോലും നല്ല മര്യാദക്ക് സംസാരിക്കുക, ചിരിക്കുകയില്ല. അവർ ഇവിടെ ഉള്ളവരെ അങ്ങോട്ട് പോകാൻ തുടങ്ങും. മനസ്സിലായോ? കട പൂട്ടും. ആ സമയം ഞാൻ എന്തൊക്കെ ചെയ്യണം, ഇവിടെ എന്ത് വെറൈറ്റി കൊണ്ടുവരണം, അവിടത്തേക്കാൾ അട്രാക്റ്റ് ആവാൻ ഇവിടെ എന്ത് വെറൈറ്റി കൊണ്ടുവരണം, എന്തൊക്കെ ആളുകളിൽ എന്ത് ചെയ്യാൻ, ആളുകളെ വരുന്നവർക്ക് എന്താണ് ഒന്ന് ചിരിച്ച് സംസാരിച്ച് അവരൊന്ന് വിഷ് ചെയ്ത് ഒരു വട്ടം കണ്ടവളെ എന്തൊക്കെയുണ്ട് വിശേഷം. ഇപ്പൊ എന്നെ തന്നെ, എന്നെ ഇവിടെ കടയിൽ കാണുന്ന ആള് ഫ്രൂട്ട്സ് വാങ്ങണ കടയിൽ എന്നോട് ചോദിക്കും, കുട്ടികളെവിടെ, കുട്ടികളില്ലാതെ പോയി കഴിഞ്ഞാൽ ചോദിക്കും, കുട്ടികളെവിടെ, കുട്ടികൾ സ്കൂളിൽ പോയോ, സ്കൂളിൽ പോയിട്ടുണ്ടാവുന്ന ആൾക്കറിയാം, എന്നാലും ആൾ വെറുതെ ചോദിക്കും. അത് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് ഒരു പരിചയം പുതുക്കൽ. അതുപോലെ നമ്മൾ ആ വരുന്നവരെ ഒന്നും കൂടെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യും. അവർ പിന്നെയും ആ കടയിൽ പോവാതെ ഈ കടയ്ക്ക് തന്നെ വരും. നമ്മുടെ ചിന്തകളുടെ രണ്ട് ചിന്തകളാണ്. ഒന്ന്, ആ കട വന്നപ്പോ എന്റെ കട പൂട്ടിപ്പോവോ എന്നുള്ള പേടിയാണെങ്കിൽ പൂട്ടിപ്പോവും. ആ സമയം ഞാൻ എന്തൊക്കെ നല്ല രീതിയിൽ കസ്റ്റമേഴ്സിന് അടിപൊളിയായിട്ട് ഇവിടെ കൊടുക്കാൻ തുടങ്ങണം എന്ന് ചിന്തിക്കുമ്പോൾ അതിനുള്ള ഐഡിയാസ് നമ്മുടെ ഉള്ളിലോട്ട് ഇങ്ങനെ വരും. ഇല്ലേ, ചിലർ സീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്ത് അടിപൊളിയാക്കും, നല്ല ഡെക്കറേഷൻ, പൂക്കള് അല്ലെങ്കിൽ ചെടികളൊക്കെ കൊണ്ടു നോക്കും. അപ്പൊ കാണുമ്പോ തന്നെ ആ കടയിൽ കയറാൻ നമ്മളെ മനസ്സ് പറയും. ഇല്ലേ, ഇത് ഇവരിവിടെ നിന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ്, ഇവർ ചെയ്തതിന്റെ ഫലമാണ്. അറിയോ, ഒന്നും വെറുതെ സംഭവിക്കുന്നില്ല. അപ്പൊ ഇത് മനസ്സിലാക്കാം. അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു സെഷനില്. അപ്പൊ ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഫീഡ്ബാക്ക് ഞാൻ ചോദിക്കുന്നില്ല, കാരണം എനിക്ക് ടൈമില്ല, അതുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഓക്കെ, മാം. ഒരു ഇക്ബാൽ ഉണ്ടോ? ഇക്ബാൽ പറഞ്ഞിട്ട്. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു മാഡം. ഓക്കെ, ഇക്ബാൽ ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. ഓക്കെ ആണോ? സീക്രട്ട് എന്നുള്ളൊരു വലിയ ബുക്കാണ്, അതിന് നമ്മൾ ചുരുക്കിയതാണ്. ആളില്ലാന്ന് തോന്നുന്നല്ലേ, കയറിയിരുന്നു, ഇടയ്ക്ക് ലെഫ്റ്റ് ആയി. അപ്പൊ ഓക്കെ, നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇനി ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾ ആ മാനിഫെസ്റ്റേഷന്റെ ഒരു റെക്കോർഡ് സെഷനും കൂടെ പോയി കാണും. ഓക്കെ, താങ്ക് യു ഫോർ ഇത്രയും നേരം നിന്നതിന് താങ്ക്സ്.
ഹാവ് എ ഗ്രേറ്റ് ഡേ. നല്ലൊരു ദിവസം, നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ സക്സസ്സും ഉള്ള, എല്ലാ പോസിറ്റിവിറ്റി ഉള്ള ഒരു ദിവസം ആശംസിക്കുന്നു. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും മാനിഫെസ്റ്റ് ആവട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം.